ശ്രീ ഗുരുവായൂരപ്പാശ്രമം പരാശക്തിയായിട്ടുള്ള മഞ്ചേരി രാജാമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കോങ്ങാടായതുകൊണ്ട് തന്നെ തിരുവാന്താനമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഗുരുവായൂരപ്പൻ പ്രത്യക്ഷ സ്വരൂപത്തിൽ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിന്റെ രൂപത്തിലേക്ക് ശാരീകരിക്കുമ്പോൾ ആ ഭഗവാനെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാനിയായിട്ടുള്ള യജ്ഞാചാര്യക്ക് എൻ്റെ നമസ്കാരം. ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഹാചാര്യന്മാരും എല്ലാവർക്കും, ഒപ്പം തന്നെ അമ്മയുടെ തട്ടകത്തിലെ അമ്മയുടെ ഭക്തർ, ഇങ്ങനെ എവിടെയും പറയാറില്ല, അമ്മയുടെ മക്കളായിട്ടുള്ള ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു. രണ്ടാമത് തവണയാണ് കോങ്ങാട്ടേക്ക് വരുന്നത്. അധികം താമസമില്ലാതെ തന്നെ ഗുരുവായൂരപ്പൻ 2 തവണ കോങ്ങാട്ടേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഒരു വളരെയധികം പ്രീപ്ലാൻഡായിരുന്നു. ശേഷി ശേഷി എത്തിയില്ലേ? ഞാൻ വിളിച്ചപ്പോൾ എത്തിയെന്നാണ് പറഞ്ഞത്. നാരായണീയം മഹാത്മ്യം പറയാൻ ഒരു തവണ, ഇത്തവണ ഭാഗവതത്തിന്റെ രീതിയിലേക്ക് എത്താൻ സാധിച്ചു. രണ്ടും ഭഗവാന്റെ 2 ഭാവങ്ങളാണ്. ഭാഗവതം ആണെങ്കിലും നാരായണീയമാണെങ്കിലും ആത്യന്തികമായി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഒരു പുഷ്ടി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നെൽപ്പുത്തൂരാണെങ്കിലും വേദവ്യാസ മഹർഷിയാണെങ്കിലും അതിന്റെ രചനാ സമയത്ത് നിലകൊണ്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ കലികാല ഭാഗവതം എന്നാണ് നാരായണീയത്തിനെ വിളിക്കുക. ഇത്തവണ ശ്രീമദ് ഭാഗവതം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതായിത്തീരുന്നു. മഹാത്മ്യം ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. മഹാത്മ്യം പറയാൻ ഭാഗവതം തൊടാൻ കൂടി ഇല്ലാത്തത എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ഭാഗവതത്തെയാണ് നാളെ മുതൽ ഒരാഴ്ചക്കാലം നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. നാളല്ല, ഇന്ന് മുതൽ തുടങ്ങി. അദ്ദേഹം വായിച്ചു. ഇന്നലെ മഹാത്മ്യം, സോറി, ഞാൻ ഇന്നലെ മഹാത്മ്യം വിചാരിച്ചു. ഒരു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു എന്നുള്ളത് ലക്ഷണത്തോടു കൂടെയാണ് ഓർക്കേണ്ടത്. കാരണം ഭാഗവതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, അല്ലെ? ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതം. നെൽപ്പത്തൂര് നാരായണീയത്തിലും സ്വർഗാരോഹണം എഴുതാൻ വിട്ടുപോയതിനെ കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗവതത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണം കഥ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാനം ഒരു തവണ കൂടി ഒന്ന് അവതാരം വായിക്കും, അല്ലെ? ഭഗവാന്റെ അവതാരം ഒരിക്കൽ കൂടി ഒന്ന് സ്മരിക്കും. ഈ 2ാമത്തെ അവതാരം എവിടെ ഉണ്ടായിരുന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഭഗവാൻ ഭാഗവതത്തിലാണ് ഇപ്പോഴും. ആ അവതാരത്തിന് പോക്കും വരവൊന്നുമില്ല. എല്ലാ കാലത്തും ഭഗവാൻ ഭാഗവത സ്വരൂപനായി നമുക്കിടയിൽ വർത്തിക്കുന്നു. അങ്ങനെയാണ് ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഭാഗവതം എന്നുള്ള ബോധം യജ്ഞവേദിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ്. അതാണ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞു പോയത്. ഓരോ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് 2 തരത്തിൽ അങ്ങനെ ചിന്തിക്കാൻ. ഒന്ന്, ഇന്നേ ദിവസം ഭഗവാന്റെ കഥയൊക്കെ കേട്ടു, കുറച്ച് സമയത്തേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റി, ഭഗവാനെ കുറിച്ച് ഓർക്കാൻ പറ്റി, സ്മരിക്കാൻ പറ്റി, അല്ലെ? ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാൻ പറ്റി. ഇതൊന്ന് അതിൽ മാത്രം നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. അല്ലെങ്കിൽ ഭാഗവതം പോലും നിങ്ങളോടത് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ 3 ചുവടുകളുള്ളതിൽ ഒരു ചുവടിൽ മാത്രം നിൽക്കാണ്. ഭക്തി എന്ന ഒറ്റ സ്റ്റെപ്പിൽ നിൽക്കാൻ നമുക്ക് എല്ലാവരും താല്പര്യം. ഭാഗവതം പോലും ഭക്തി മാത്രം ഉണ്ടാവാനുള്ള ഗ്രന്ഥമാണെന്ന് കരുതരുത്. ഭക്തി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഭക്തിയോടൊപ്പം തന്നെ ഉള്ള സ്ഥാനം ജ്ഞാനത്തിനുണ്ട്. ജ്ഞാനത്തിൽ നിന്ന് എന്തുണ്ടാവണം? വൈരാഗ്യം ഉണ്ടാവണം. ഭക്തി ജ്ഞാന വൈരാഗ്യമാണ്. ഭക്തിയിൽ മാത്രം നിന്ന് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഭഗവാനെ പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പരമമായിട്ടുള്ള ജ്ഞാനം ഭക്തിയിൽ നിന്ന് ഉണ്ടാവണം. എന്താണ് ഈ പരമമായിട്ടുള്ള ജ്ഞാനം ഭാഗവതത്തിൽ കിട്ടാനുള്ളത്?
അത് പറയാൻ പറ്റിയ സമയമാണ് ഇപ്പോ. പൗഷ്യമാസാണ് അല്ലെ? പരമായിട്ട് ജ്ഞാനം ഒന്നേ ഉള്ളൂ നമ്മുടെ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം. സനാതന ധർമ്മത്തിൽ നമ്മൾ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള ഏർപ്പാട് ഇല്ല. നമ്മൾ ഈശ്വരൻ ഒന്നാണ് എന്നുള്ള വലിയ തത്വമസിയുടെ സമയമാണ് അല്ലെ? സ്വാമി എന്ന് പറഞ്ഞ എല്ലാവർക്കും ഇപ്പോ തത്വമസി ആണ്. ആത്യന്തികമായിട്ട് ഭാഗവതം പറയുന്നത് ഇത് തന്നെയാണ്. എന്ത്? ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ കൂടി ചേർക്കും, ഭഗവാനും ഭക്തനും ഭാഗവതം ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഭാഗവതം പഠിക്കുക അല്ലെങ്കിൽ ഭാഗവതം കേൾക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഈക്വൽ ടു പഠിപ്പിക്കില്ലേ, സമം ആത്മവിചാരം ചെയ്യുക എന്നുള്ളതിന് തുല്യമാണ്. നമ്മൾ ആരാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നതിന് തുല്യമാണ്. ആത്മവിചാരമാണ് ഭാഗവതം. ഒരിക്കലും കരുതരുത് ഭാഗവതം എന്ന് പറയുന്നത് കഥാശ്രവമാണ്. ഭാഗവത കഥയാണ് അല്ല, ഭാഗവത കഥയെന്ന് കരുതരുത്. ഭാഗവതം പുരാണമാണ്. പുരാണങ്ങളിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. വ്യാസമഹർഷിക്ക് എല്ലാ പുരാണങ്ങളും എഴുതിയിട്ടും സംതൃപ്തിയായില്ല. ആ സമയത്ത് നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് ഭാഗവതം എഴുതി എന്നൊക്കെ പറയും. എന്നാൽ വെറും പുരാണം കൂടി മാത്രമല്ല ഭാഗവതം മനസ്സിലാക്കുന്നത്. ഭാഗവതം ശാസ്ത്രമാണ്. വ്യത്യാസമാണ്. ഭാഗവതം കഥ മാത്രമല്ല, ഭാഗവതം പുരാണം മാത്രമല്ല, ഭാഗവതം ശാസ്ത്രമാണ്. അതുകൊണ്ട് അതിന്റെ പ്രസക്തി എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യും. ഒരു കാലത്തും ഭാഗവതത്തിൽ പറയാത്ത എന്തൊക്കെയോ നടക്കുക, അങ്ങനെ ഏർപ്പാടില്ല. ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ദിവസം പോലും ഭാഗവതത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് രാവിലെ തൊട്ട് ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഇന്ന് വരൂ, നാളെ വരൂ, വിധി. എന്താണ് സത്യം എന്ന് അറിയാത്തതിനുള്ള ഒരു വ്യഗ്രത. നമുക്കൊക്കെ അറിയേണ്ടത് എന്താണ് സത്യം എന്താണ് എന്നാണ് അറിയേണ്ടത് അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ആളോ ഇഷ്ടപ്പെടാത്ത ആളോ ഓട്ടം അതൊന്നും നമ്മുടെ പരിഗണന വിഷയമല്ല. ആത്യന്തികമായിട്ട് എന്തറിയണം? സത്യം അറിയണം. ഈ നീതി നടപ്പായി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തറിഞ്ഞാലേ നീതി നടപ്പിലാവൂ? സത്യത്തെ അറിഞ്ഞാൽ മാത്രമേ നീതി നടപ്പാവുകയുള്ളൂ. ഭാഗവതത്തിൽ മറ്റു പുരാണങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഭാഗവതം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണ്? പരമമായിട്ടുള്ള സത്യത്തെ ഭാഗവതം അന്വേഷിക്കുന്നു. പറയുമ്പോൾ നമുക്കറിയാം 12 അധ്യായങ്ങളിൽ ഭഗവാന്റെ കഥകളാണ് പറയുന്നത് അല്ലെ? 12 സ്കന്ധത്തിൽ മഹാവിഷ്ണുവിന്റെ നാരായണന്റെ കഥകളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പരിഗണനാ വിഷയമായിട്ട് വന്നിട്ടുള്ളത്. നല്ല ഗ്രന്ഥങ്ങളുടെ ലക്ഷണം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ പുരാണം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായി അതിൽ ഏത് ദേവതയെയാണോ പരിഗണിക്കുന്നത് ആ ദേവതയെ സ്തുതിക്കുക എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. ഞാനിവിടെ ആ സമയത്ത് ഗുരുവായൂരെ സ്മരിക്കുക, മഹാഗണപതിയെ സ്മരിക്കുക, ഭഗവതിയെ സ്മരിക്കുക, ഗുരുവായൂരെ സ്മരിക്കുക, അങ്ങനെ ഭാഗവതിക്ക് ഒരു സ്ട്രക്ചറാണ് അല്ലെ? ഇതുപോലെ ഏതൊരു ദൈവിക ഗ്രന്ഥവും തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്തുതി പതിവുണ്ട് അല്ലെ? ആ തുടങ്ങുന്ന ഇപ്പൊ പുരാണ ഗ്രന്ഥം കൊടുക്കണം. ഓട്ടം എന്നുള്ളത് കാണുകയാണെങ്കിലും കുംഭീന്ദ്രൻ പോലെ വക്രം കൊണ്ട് തുടങ്ങും. ഭാഗവതത്തെ സ്തുതിച്ചു സ്തുതി പതിവുണ്ട്. ഭാഗവതത്തിലും സ്തുതിയുണ്ട്. എന്നാൽ നാരായണന്റെ കഥ പറയുന്ന, മഹാവിഷ്ണുവിനെ കുറിച്ച് സംസാരിക്കുന്ന പ്രത്യക്ഷ ഗുരുവായൂരപ്പനായിട്ടുള്ള ശ്രീമദ് ഭാഗവതം സ്തുതിച്ചത് കൃഷ്ണയല്ല. അതാണ് ഈ വ്യത്യാസം. മറ്റൊരു പുരാണത്തിൽ നിങ്ങൾ കാണാൻ പറ്റും. പറയുന്നത് 12 അധ്യായം ഭഗവാനെ കുറിച്ചാണെങ്കിലും സ്തുതി തുടങ്ങുന്നത് ആർക്കല്ല? കൃഷ്ണനല്ല, നാരായണനല്ല. ഇനിയിപ്പോ മഹാദേവനല്ല, ഭഗവതിക്കല്ല, മഹാഗണപതിക്കല്ല. ഒരാളെ സ്തുതിച്ചുകൊണ്ടാണ് ഭാഗവതം തുടങ്ങണേ. ആരെക്കൊണ്ടാ? ഒന്നാമത്തെ ശ്ലോകം അവസാനിക്കുമ്പോൾ പറയുന്നു, ഭാഗവതം അവസാനിക്കുമ്പോൾ പറയുന്നു, സത്യം പരം ധീമഹി. പരമമായിട്ടുള്ള സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ഭാഗവതത്തിന്റെ ഗായത്രി എന്ന് പറയുന്നത്. ഭാഗവതം ഉപദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭാഗവതം ഉപാസിക്കുന്ന ആളുകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ടെങ്കിൽ അത് ഈ ഗായത്രിയാണ്. ഏത്? സത്യം പരം ധീമഹി. പരമമായിട്ടുള്ള സത്യത്തെ ഞാൻ അറിയാൻ ശ്രമിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു. അപ്പൊ ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് അറിയാൻ സാധിക്കുക? പരമമായിട്ടുള്ള സത്യം എന്തോ അത്. ആ പരമമായിട്ടുള്ള സത്യം പുറത്തുള്ള ഒരു സത്യമല്ല, അത്
അകത്ത് തന്നെയുള്ള സത്യമാണെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായിട്ടുള്ളത്. അതിനാണ് ഭാഗവതം കേൾക്കുന്നത്. ഭാഗവതം കേൾക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. എന്നോട് ദേഷ്യം തോന്നരുത്. നാളെ പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇരുന്നിങ്ങനെ ആചാര്യപ്പുറം വായിക്കുന്നതിന്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശ്രവണത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കോങ്ങാടൊക്കെ നല്ല സ്ഥലമാണ്, ഇവിടെ കുഴപ്പമില്ല. ചില ആൾക്കാർ ഈ ഗ്രന്ഥത്തിലും ആ ഗ്രന്ഥത്തിലും എവിടെയാണ് മിസ്മാച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കണേ. എന്റെ പുസ്തകത്തിൽ അങ്ങനെ എന്തെങ്കിലും വ്യാസം ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ ശ്രദ്ധ എവിടെയാ പോണേ? എവിടെ തെറ്റ്? ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് ഈ യജ്ഞവേദിയിലേക്ക് കടന്നു വരുന്ന ഓരോ ആൾക്കാർക്കും വേണ്ടത് ശ്രദ്ധയാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. സത്യം പരം ധീമഹിക്കൊക്കെ പോകുന്നതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ കാല് തുടച്ചിട്ട് ഇറക്കി കയറി വീട്ടിലേക്ക് പോണോണ്ട് ചവിട്ടിയിലാണ്. ആ ശ്രദ്ധയാണ് ചവിട്ടി. അതിന് ചവിട്ടിയിട്ടാണ് സത്യം പരം ധീമഹിക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഭാഗവത്തെ ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് ഭഗവാൻ ഇവിടെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് എത്തിച്ചെന്നിരിക്കും. നമ്മൾ പറയാറുണ്ട്, ജന്മാന്തരേ ഭവേ പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേ. എത്രയോ കാലത്തെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനു സാധിക്കുള്ളൂ? ഭാഗവതം കേൾക്കാൻ, ഭാഗവത സദസ്സിലേക്ക് വന്നിരിക്കാൻ സാധിക്കുള്ളൂ. റോഡ് കൂടെ കുറെ ആൾക്കാരൊക്കെ കൊണ്ട് അവർക്കൊന്നും ഇവിടെ വരാൻ തോന്നുന്നില്ലല്ലോ. നിങ്ങളൊക്കെ അത്ര എന്ത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്? പുണ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? അതുകൊണ്ട് ജന്മാന്തരേ ഭവേ പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേ. എനിക്ക് കുറെ പുണ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചു. അതിന് ഭഗവാനോട് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് യു ആർ ടേക്കിംഗ്. നിങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് യഥാർത്ഥം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേൾക്കുക പോവുക അതല്ല. ഭാഗവത ശ്രവണം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂർവ്വജന്മത്തിന്റെ സുഹൃതം കൊണ്ട് കിട്ടിയിട്ടുള്ള ഭാഗ്യമായിട്ട് മാത്രം കാണാതെ ഇതിൽ എന്തായി കൂടി കാണും? റെസ്പോൺസിബിലിറ്റി. ഇതൊരു ഉത്തരവാദിത്വം കൂടി ആണ്. എന്തിനാണ് 7 ദിവസം ഇവിടെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്? 7 ദിവസത്തെ ആ കഥാകഥനം കൊണ്ട്, പുരാണ ശ്രവണം കൊണ്ട്, ആത്മവിചാരം കൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഓരോരുത്തരും ഈ ഭാഗവത സപ്താഹം കഴിയുന്ന സമയത്ത് ഭാഗവതം ഉപദേശമായിട്ട് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലേ, ഏതാണ് നിങ്ങളുടെ ഗുരുനാഥൻ എന്നുള്ള വാദത്തിനൊന്നും അർത്ഥമില്ല. നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരും ആചാര്യങ്ങളുമായിട്ട് മാറും. ഭാഗവതം നിങ്ങളെ ശ്രവണം മാത്രം നടത്താനുള്ള ആൾക്കാരായിട്ടല്ല കാണുന്നത്. ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഭാഷ പറയുകയാണെങ്കിൽ ഇതിന് 7 ദിവസത്തെ വർക്ക്ഷോപ്പാണ്, പരിശീലന പരിപാടി. എന്തിനും ഈ സമൂഹത്തിലേക്ക് നിരവധിയായിട്ടുള്ള ആചാര്യന്മാരെയും ആചാര്യകളെയും സംഭാവന ചെയ്യുന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് കുറെ കഥ പറയുക, കുറച്ച് കഴിഞ്ഞാൽ ഊണ് കഴിക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും കഥ പറയുക, കാപ്പി കുടിക്കുക, അതല്ല. നിങ്ങൾ ഓരോരുത്തരും ആരായിട്ട് മാറണം? ആചാര്യന്മാരും ആചാര്യങ്ങളുമായിട്ട് മാറണം. കാരണം നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. വേറൊരു പുസ്തകമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രത്യക്ഷ കൃഷ്ണനാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെങ്കിലും അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്റെ നാട്ടിൽ നടന്നിട്ടുള്ള സത്സംഗങ്ങളാണ്. ആ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ഷേത്രം, വേണമെങ്കിൽ പേര് പറയാം, പറങ്ങോളത്ത് അയ്യപ്പൻ ക്ഷേത്രം. അവിടെ പണ്ട് കാലങ്ങളായിട്ട് സപ്താഹം ഏകദേശം 10-15 വർഷം തുടർച്ചയായിട്ട് സപ്താഹം നടന്നിരുന്നു. അത് നടത്താനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ആചാര്യന്റെ പേര് തിരുനക്കര സതീശൻ എന്നാണ്. അദ്ദേഹം ഞാൻ മാറില്ല. അദ്ദേഹം ഭാഗവതം പുസ്തകം കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എടുക്കും പുസ്തകത്തേക്ക്, പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഇങ്ങനെ പിടിക്കും. ഭാഗവതം സ്റ്റാൻഡിൽ വെക്കുക ഇങ്ങനെയാണ്, ഭാഗവതം വീണ്ടും സ്റ്റാൻഡിൽ നിന്ന് എടുക്കുക ഇങ്ങനെയാ, പട്ടിലൊക്കെ പൊറിഞ്ഞ് പിന്നെ ഇങ്ങനെ പിടിക്കും. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് സ്വാമിയോട് ചോദിക്കും, സ്വാമി എന്തിനതിന് ഇങ്ങനെ നോക്കണേ? പുസ്തകല്ലേ, താഴെ വീണ് വിട്ടത് പോപ്പാണോ? എങ്ങനെ ചോദിക്കാറുണ്ട്. 5-6 വയസ്സുള്ള ഞങ്ങളാകുന്ന കുട്ടികളോട് അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, മക്കളെ ഇതൊരു പുസ്തകമല്ല, ഇത് ഗുരുവായൂരപ്പനാണ്. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പിന്നെ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ശ്ലോകം കേൾക്കുന്നത്. ഏത്? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി. അന്ന് അദ്ദേഹം അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു പുസ്തകമല്ല, അതിനുള്ളിൽ ഭഗവാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് പഠിക്കുന്ന ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത്. എന്തിന്? വരുന്ന ഒരു തലമുറയെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ള ഉത്തരവാദിത്തം. നിങ്ങൾ ഓരോരുത്തരും ഈ യജ്ഞം കഴിഞ്ഞാൽ ചെയ്യേണ്ടത്
അടുത്ത ഒരു യജ്ഞം ഇവിടെ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് പകുതി വരെ നടക്കുന്നുണ്ട്, അടുത്ത ഭാഗത്തേക്ക് അത് കംപ്ലീറ്റ് ആയി നടക്കാനുള്ള ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വെറുതെ വന്നിരിക്കാനല്ല, ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് ഭഗവാനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഈ ഭാഗവതം കൊണ്ടുണ്ടാവേണ്ട ഉദ്ദേശ ലക്ഷ്യം. ഇപ്പൊ യജ്ഞാചാര്യ ഇവിടെ ഇരുന്ന് 7 ദിവസം ചെയ്യുന്നത് നിങ്ങളെ അതിന് പ്രാപ്തരാക്കുക. നിങ്ങളോ ഇനി നിങ്ങൾക്ക് 1 വർഷം സമയമുണ്ട് അല്ലെ? 1 വർഷം ഒരിക്കലും ഈ യജ്ഞം കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ കരുതരുത് 1 ദിവസം കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിന് 1 ദിവസം കഴിഞ്ഞു നമുക്ക് കൂട്ടിയാൽ മതി. ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ നിങ്ങൾ ഭാഗവത ധർമ്മത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇന്ന് ആത്യന്തികമായി ഭാഗവത ധർമ്മം ഭാഗവതത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. നമുക്കൊക്കെ ഭാഗ്യമുണ്ട്, നമ്മുടെ ഇവിടെ വള്ളനാട്ടിൽ അല്ലെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ നടക്കുന്ന ഭാഗവത സപ്താഹങ്ങൾക്ക് വലിയ പ്രയാസം തോന്നിയിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് തൃശ്ശൂരിന് താഴത്തേക്ക് സഞ്ചരിക്കുക ഭാഗവതം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക്. ഇന്ന് അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ നാട്ടിൽ വന്നുപോയി എന്നുള്ളതാണ് എന്റെ വിഷയം. ബിക്കോസ് ഭാരതം, ഈ ഭാഗവതം എന്ന് പറയുന്ന സാധനം ഇന്ന് എന്റർടൈൻമെന്റ് ആയിപ്പോയി. എന്താണ്? വിനോദോപാധി. കുറച്ചേരം പോയി ഇരിക്കാം, അതിനുള്ള സ്ഥലമാണോ? കുറച്ചേരം പോയിട്ട് അവിടെ പോയിട്ട് ഭാഗവതം കേൾക്കാം. ഇറ്റ്സ് നോട്ട് എൻ എന്റർടൈൻമെന്റ് ഷോ. ഇവിടെ നടക്കുന്നത് ഒരു കാഴ്ചക്കാരെ കൂട്ടിയിട്ട് കുറെ കലാപരിപാടികൾക്ക് നടത്താനുള്ള സ്ഥലമല്ല ഭാഗവത യജ്ഞവേദി. നമ്മുടെ അവിടേക്ക് അതിന്റെ പ്രതിഫലനങ്ങൾ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് തൃശ്ശൂർ കഴിഞ്ഞ് താഴത്ത് ഏത് ഭാഗവത സപ്താഹം സ്ഥലത്തേക്ക് പോയിക്കോളൂ. ഒന്നാമത് അവിടെ വായിക്കാൻ പോലല്ല, അതെനിക്കൊരു യാതൊരു പ്രശ്നമില്ല. എഴുത്തച്ഛൻ്റെ ആ പുസ്തകത്തോട് എനിക്ക് അത്ര റെസ്പെക്റ്റ് ആണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് 3-ാം ദിവസം ഈ പറഞ്ഞ ഭാഗവത സപ്താഹത്തിൻ്റെതാ നാളെ കഴിഞ്ഞ് മറ്റന്നാളല്ല സപ്താഹം ഇവിടെ അല്ലെ? നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് ഇതൊക്കെ വരും. ഈ സ്റ്റേജിൽ നിന്ന് നരസിംഹമൊക്കെ തൂണൊക്കെ പൊട്ടും, കുറെ അലർച്ച, കുറെ പന്തൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കത്തിക്കുക. യജ്ഞാചാര്യൻ 1 നിമിഷം പോയിരിക്കുക, എന്നെ പിടിച്ച് മടി കിടത്തി കീറും. അന്ന് മുതൽ തുടങ്ങും. വൈകുന്നേരം 4-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ കൊട്ടയിലാക്കിയിട്ട് കൃഷ്ണനെ കൊണ്ട് വരും ഒരാൾ. അദ്ദേഹത്തിനാണെങ്കിൽ എന്തെങ്കിലും നോക്കി നടക്കുന്നത് അദ്ദേഹം തട്ടിത്തറഞ്ഞുകളെ മുകളിലുള്ള കൃഷ്ണൻ തീർക്കാന്ന് അറിയില്ല. 5-ാമത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. മലയാളികൾക്ക് കല്യാണം കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം ഒന്നുമില്ല. ഇവിടെ ഉണ്ടോ സാരി പൂജയൊക്കെ പതിവുണ്ടോ? അതൊക്കെ ചെയ്യും നമ്മൾ. അതൊന്നും എനിക്ക് വിരോധമില്ല. പിന്നെ ഇപ്പൊ നമുക്ക് പുതിയ തിരുവാതിരകളുണ്ട്. ഈ സെറ്റ് കൊണ്ട് ഇങ്ങോട്ട് കുത്തിയിട്ട് തിരുവാതിരക്കളി, അതാണ് അത് കഴിഞ്ഞ കൃഷ്ണൻ രുക്മിണി ഇത് കണ്ടിട്ട് ഇങ്ങനെ നന്നായിട്ടുണ്ട്. 6-ാം ദിവസം പറ്റാതെ വരും. അതിന് തലയിൽ പപ്പടം കൊണ്ടിച്ചിട്ട് ഒരാളിങ്ങനെ. അപ്പൊ നമ്മളിവിടെ അജിത ഹരേ ആ പാട്ടേക്കും. അപ്പൊ കൃഷ്ണൻ ഓടിപ്പോകുന്നു, പിടിച്ചുകൊണ്ടിരുന്നു, നടിയിലിരുത്തുന്നു, പൂജിക്കണു, കാലിൽ വെള്ളം ഒഴിക്കണു, കുചേലിനെ കെട്ടിപ്പിടിക്കണു, തിരിച്ചു പോകുമ്പോ അതിനേക്കാൾ വലിയ സങ്കടം. ഇതാണ് ഇന്ന് ഭാഗവതം. ഇതായി പോയി ഇന്ന് ഭാഗവതം എന്നുള്ളത്. വാണിംഗ്. ഞാൻ നിങ്ങൾക്ക് ഒരു വാണിംഗ് തരിക. നമ്മുടെ അവിടേക്ക് ഇത് വല്ലാണ്ട് വന്നില്ല, പക്ഷെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ കൊറോണയ്ക്ക് മുമ്പ് പറഞ്ഞില്ലേ, ചൈനയിൽ വന്നിട്ടുണ്ട്, ഇവിടെ അതേപോലെ. ഇതൊക്കെ ഭക്തി ഉണ്ടാവാനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. 100% നമ്മൾ അതിന് കൂടുതലാണ്. ഭക്തി ഉണ്ടാവാനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതല്ല ഇതൊക്കെ കെട്ടുകാഴ്ച മാത്രമാക്കാനാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ അവിടെ നശിക്കുന്നത് കാണേണ്ടി. എന്റെ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനൊക്കെ ആയിട്ടുള്ള വെള്ളിനേഴി ഹരികൃഷ്ണൻ എന്ന് പറയും. ഭാഗവതം കേട്ടിട്ടുള്ളതാണെങ്കിൽ ഹരിയണ്ട ഹരിയണ്ണക്ക് വ്യാഖ്യാനിക്കുക. ഹരിയണ്ണയ്ക്ക് സങ്കടം കൊണ്ട്, ധാർമ്മിക ദോഷം കൊണ്ട് അദ്ദേഹം പറയും ഇങ്ങനെയൊക്കെ ആയി രാസ ഭാഗവതം. എന്നാണ് ആ വലിയ കൃഷ്ണാവതാരം ദിവസം ആൾക്കാർ വട്ടുകോളം കൊടുത്ത് അറിഞ്ഞത്. ഇപ്പൊ എല്ലാ ഷോയും കഴിഞ്ഞ് അതുപോലെ ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭാഗവതം ഒരു വിനോദോപാധി അല്ല. ഭാഗവതം ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്, ഒരു ആയുധമാണ്. ഭാഗവതാമൃതം എന്നാ പറയുന്നത് ചെയ്യുന്നത് അല്ലെ? നോക്കൂ, എന്ത് മെന്റാലിറ്റി വേണം ഭാഗവതം കേൾക്കാൻ ഇരിക്കാൻ. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്ത് മെന്റാലിറ്റി ഇരിക്കണം. ഞാൻ നിങ്ങളോട് 1 ദിവസം കഴിഞ്ഞു പോയല്ലോ എന്ന് പറയാൻ ആ മെന്റാലിറ്റിനെ കുറിച്ച് ഓർമ്മ വന്നുകൊണ്ടാണ്. ഭാഗവതത്തിന്റെ ആദ്യത്തെ ശ്രോതാവായിട്ട് പറയപ്പെടുന്ന സൂതൻ ശൗനകനോട് പറയുന്നതിന് മുമ്പ് വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുകൻ
പരീക്ഷത്തിന് നൈമിഷാരണ്യത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നു. അവിടെ ഇരിക്കുന്ന പരീക്ഷിത്ത് കുറച്ച് ദിവസം കൊട്ടാരത്തിൽ ഇരുന്നപ്പോ ഇനി കുറച്ചു നേരം കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ നേരിട്ട് പോയിരുന്നല്ല. അദ്ദേഹത്തിന് കൃത്യമായുള്ള ടൈം ടേബിൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ, അല്ലെ? അല്ലെങ്കിൽ ടൈം ലൈൻ ഉണ്ടായിരുന്നു. 7-ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്ന് ശാപം കിട്ടിയ പരീക്ഷത്തിനോട് വ്യാസന്റെ മകനായിട്ടുള്ള ശ്രീശുകൻ ഉപദേശിക്കുന്നതാണ് എന്ത്? ശ്രീമദ് ഭാഗവതം. 7 ദിവസം കഴിഞ്ഞ് ഞാൻ മരിക്കും, അപ്പൊ മരിക്കണേന് മുമ്പ് സ്വർഗം കിട്ടണേ എന്ന് പറഞ്ഞിട്ട് പരീക്ഷിച്ച് കേട്ടതല്ല ഭാഗവതം. അങ്ങനെ കേട്ടതാ ഭാഗവതം കേട്ട സ്വർഗം കിട്ടും വ്യാസൻ. അതെപ്പോഴാ പറഞ്ഞേ? മറ്റേ ദുന്ദുകായുടെ കഥയിൽ വിമാനം വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഭാഗവത മഹാപ്രബന്ധമുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്. ദുന്ദുകാരിക്ക് ഭാഗവതം കേൾക്കാൻ തോന്നിയിട്ട് ദുന്ദുകാരിയെ സ്വർഗത്തിലേക്ക് ഫ്ലൈറ്റ് കൊണ്ടുപോയ കഥ. ഭാഗവതം മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വർഗത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്, എങ്ങനെ ഇനിയുള്ള കാലം ക്രിയേറ്റീവായി സാർത്ഥകമായി ജീവിക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഇത് വയസ്സായ ആൾക്കാർക്ക് മാത്രമേ കേൾക്കാൻ പാടുന്നില്ല, എല്ലാവർക്കും കേൾക്കാം. ഇന്ന് ജനിച്ചു വരുന്ന കുട്ടിയും ഭാഗവതം കേൾക്കാം. നമ്മൾ ഈ പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മളെ ഇങ്ങോട്ട് അയച്ച ഇമിഗ്രേഷൻ ഓഫീസർ ഇത്ര ദിവസം നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് വിസ തന്നിട്ടല്ലെങ്കിൽ വന്നിട്ടുള്ളത്, അല്ലെ? ഭഗവതി ഉണ്ട്, ഭഗവതി മുമ്പെന്നാണ് ചോദിക്കുന്നത്. മഹതവിക്രമാണെങ്കിലും ഇവിടെ രുക്മിണീശ്വരനെ എന്തായാലും കാണാൻ പറ്റുന്ന ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈപോക്കൂ. എന്തായാലും പറ്റും. അതുപോലെ നമ്മുടെ ഈ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് എടുക്കുന്ന ശ്വാസം ഉണ്ടാവും 100% ഉറപ്പാണ്. ആരുടെ കയ്യിലുണ്ട് ഇതിന്റെ വാലിഡിറ്റി? 30 ദിവസം കഴിഞ്ഞാൽ ഫോൺ പറയും കഴിഞ്ഞോട്ടോ, അല്ലെങ്കിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യണം. നാളെ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് പോലും നമുക്ക് ഉറപ്പുണ്ടോ? അപ്പൊ ഇവിടെ ഈ ഭാഗവതം ഇങ്ങനെ കഴിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് നമുക്ക് വഴക്കലുണ്ടോ? അങ്ങനെ മരിക്കാൻ പോണ ഒരാൾ കേട്ട സമയത്ത് അയാൾക്ക് എന്ത് തിരുവാതിരക്കളി, അയാൾക്ക് എന്ത് സാരി പൂജ? ആത്യന്തികമായിട്ട് അയാൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്തിനാണ്? ഇനിയുള്ള ജീവിതം എങ്ങനെ, ഇനിയുള്ള 7 ദിവസം സ്മോൾ ദാൻ ഇനഫ്. 7 ദിവസം വളരെ കൂടുതലാണെന്ന് പറഞ്ഞത്. 7 ദിവസം എനിക്ക് മതി, അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് പഠിക്കാൻ സാധിക്കും. അതിനാണ് ഭാഗവതം, അല്ലാതെ വിനോദത്തിനല്ല. മരിക്കാൻ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം കഥ കേൾക്കാം അല്ല. അതുകൊണ്ട് ഭാഗവതത്തെ കേൾക്കാം എന്നുള്ളതിലുപരി ഭാഗവതത്തെ അറിയാം. ഈ യജ്ഞവേദിയിലേക്ക് വരുന്ന ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരീക്ഷത്തിന്റെ മാനസികാവസ്ഥയിൽ വേണം ഇങ്ങോട്ട് വരാൻ. അപ്പൊ നമുക്ക് എന്തൊന്നും തോന്നില്ല, എന്ത് എന്റർടൈൻമെന്റ്. കൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചാലും എന്ത്, കല്യാണം കഴിച്ചാലും എന്ത്, കുചേലൻ വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത്, എനിക്ക് കിട്ടേണ്ട അറിവ് കിട്ടണം. ജ്ഞാനയജ്ഞം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ചെയ്യട്ടോ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം, ഈ സപ്താഹത്തിന്റെയും യജ്ഞത്തിന്റെ ഇടയിൽ ഒരു ജ്ഞാനുണ്ട്. നമ്മുടെ ഈ ഭാഗത്തിൽ ഓടിസരിക്കുമ്പോൾ നല്ലോണം കൊടുക്കില്ല. നിങ്ങൾ തെക്ക് ഭാഗത്തിൽ പോയി എല്ലാവർക്കും സപ്താഹ ജ്ഞാനയജ്ഞം എന്നതിനെ വിളിക്കുന്നത് ചെയ്യും. അറിവുണ്ടാവാനുള്ള യജ്ഞം. അതിനാണ് 12 സ്കന്ധങ്ങളിൽ ഭഗവാന്റെ കഥകൾ പലതരത്തിൽ പല രൂപത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെയധികം തമാശയൊക്കെ നിറഞ്ഞ, വളരെയധികം റൊമാൻസ് ഒക്കെ ഉള്ള കഥ കേട്ടാലേ അത്യാവശ്യം മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷ്ണാവതാരം. ചില ആൾക്കാർക്ക് എല്ലാത്തിനും ഡോസ് കൂടിയിട്ട് വേണം, അങ്ങനെയുള്ള ആൾക്കാർക്ക് നരസിംഹാവതാരം. ചില ആൾക്കാർക്ക് ഭഗവാനെ കുറിച്ചേ കേൾക്കേണ്ട ആവശ്യമില്ല, മറ്റു ചിലപ്പോൾ അപ്പൊ നമുക്ക് ജലധരത്തിന്റെയോ അല്ലെങ്കിൽ ധ്രുവന്റെയോ ഒക്കെ കഥ കേട്ടോ അങ്ങനെ മനസ്സിലാക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സപ്താഹം ആരംഭിക്കുന്നത് 4-ാം ദിവസവും കഴിയുന്നത് 6-ാം ദിവസമാണ്. കൃഷ്ണൻ വരുന്നതോടുകൂടി എവിടെ നിന്നില്ലാത്ത തിരക്കും, കുചേലൻ പോയതോടുകൂടി വിദ്യാചാര്യനും 4 അമ്മമാരും. അങ്ങനെ ആയി മാറരുത് ഭാഗവത സപ്താഹം എന്നാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രുക്മിണീ സഹോദരത്തിൽ എത്ര തിരക്കുണ്ടോ അത്രയും തിരക്ക് ഏകാദശം പറയുമ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോഴേ ഭാഗവതം എന്തായി മാറുന്നുള്ളൂ? ജ്ഞാനയജ്ഞമായിട്ട് മാറുന്നുള്ളൂ. അല്ലെങ്കിൽ ഗാനമേള കഴിഞ്ഞപ്പോൾ ആൾക്കാർ തിരിഞ്ഞു പോണ പോലെ നാട്ടിൽ പോകും. എന്താ വ്യാസം? അതിലിപ്പോ ഒരു 10-12 ആളുണ്ടെങ്കിൽ അത് മതി, പോരാ. ആ 12 124 ആക്കാനാണ് ഭാഗവതം നിങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത്തവണ 12 ഉള്ളുവെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അടുത്ത വർഷം 24, 46, 50, 68 ആയി ഇതിങ്ങനെ കൂടിക്കൂടി ഭാഗവതം എന്തെന്ന് മനസ്സിലാക്കി ഭാഗവതം കേൾക്കാൻ വരുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെ, ഭാഗവത ധർമ്മ പ്രചാരകരെ ഭാഗവതത്തിലൂടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വരുന്ന തലമുറയിലുള്ള കുട്ടികളെ ഇവിടെ പോലും വലിയ രീതിയിൽ നമുക്ക് കാണുന്നില്ല. കുറെ അമ്മമാരുണ്ട് സന്തോഷം, ചേട്ടന്മാരുണ്ട് സന്തോഷം. ടീനേജിലുള്ള കുട്ടികളെ കുറവാണ് കാണുന്നത്. അവരിലൂടെ വേണം, അവർക്കുണ്ടാകുന്ന കുട്ടികളിലൂടെയൊക്കെ വേണം ഈ ധർമ്മം കൂടുതൽ കൂടുതൽ ശോഭിക്കാൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ യജ്ഞസദസ്സിലുള്ള വിശ്വസഹസ്രനാമം, എന്നോട് യജ്ഞാചാര്യ ടീച്ചർ പോണേന്നൊരു രാസം ഞാൻ നേരത്തെ അറിഞ്ഞു. നാളെ നേരത്തെ ഇങ്ങോട്ട് വരണം. എന്താ അവിടെ നേരത്തെ വന്നിട്ട് ആപ്പാട് ഭാഗം പറയാനാണ് പറഞ്ഞത്. സഹസ്രനാമില്ല എല്ലാ ദിവസവും ഉണ്ട്. എന്തിനാ സഹസ്രനാമം ജപിക്കണം? ഭാഗവതം തുടങ്ങുന്നത് സഹസ്രനാമം ജപിച്ചോണ്ട് അല്ലെ? ഓരോ ദിവസവും സഹസ്രനാമം ജപിക്കുന്നത് ഭാഗവതം ചെയ്യുന്നതിന് മുമ്പ് ഒരു എക്സസൈസ് ആണ്. വ്യാസൻ കുറെ നാമൊക്കെ ചൊല്ലാനും. എന്തിനാണ് യഥാർത്ഥത്തിൽ സഹസ്രനാമം ജപിക്കുന്നതെന്ന് ഓർത്ത് നോക്കും നിങ്ങൾ. ഓരോന്നിന്റെയും പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ പശ്ചാത്തലം പരിശോധിക്കുക. ഭാഗവതത്തിൽ സഹസ്രനാമം ഉണ്ടാവും ഇല്ലേ? പക്ഷെ ഭാഗവതത്തിൽ ഭീഷ്മസ്തുതി ഉണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക്. ആരാ ഈ ഭാഗവതത്തിൽ അല്ലാത്ത ഈ സഹസ്രനാമം ഉപദേശിക്കുന്ന ആരാ? ആരോട് പറഞ്ഞു? യുധിഷ്ഠിരൻ, ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞു. എന്താ അതിനുള്ള കോണ്ടെക്സ്റ്റ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? യുദ്ധം കഴിഞ്ഞു, കാർപ്പണ്യദോഷം എന്നൊരു ദോഷമുണ്ട്. അർജുനുണ്ടായിരുന്നു, ഗീത അതിനാണ് ഭഗവാൻ ഉപദേശിച്ചത്. അതായത് ചെയ്യണോ വേണ്ടേ, ഈ രണ്ട് മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ. യുദ്ധമൊക്കെ കഴിഞ്ഞ് രാജ്യം കിട്ടിയപ്പോൾ ധർമ്മപുത്രർക്ക് കാർപ്പണ്യദോഷം പിടിപെട്ടു. എനിക്ക് ഈ സിംഹാസനം താല്പര്യമില്ല. ഇതിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ മക്കളുടെ മുഖം, എന്റെ അനിയന്മാരുടെ മുഖം, ഞാൻ ഒന്ന ആൾക്കാരുടെ മുഖം, എന്റെ ഏട്ടനായിട്ടുള്ള കർണന്റെ മുഖം, ഇതൊക്കെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ എനിക്ക് യാതൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ രാത്രിക്ക് രാത്രി ഇവിടെ ഒളിച്ചോടി പോവാണെന്ന് പറഞ്ഞ ആളാണ് ആര്? ധർമ്മപുത്രൻ. ഭഗവാൻ ഉപദേശിച്ചിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ മാറ്റാൻ സാധിച്ചില്ല എന്നാണ്. ആ സമയത്താണ് ഭഗവാൻ ഉത്തരായണ കാത്തു കിടക്കുന്ന കുരുക്ഷേത്രത്തിലെ ഭീഷ്മരുടെ അടുത്തേക്ക് ധർമ്മപുത്രരെ കൊണ്ടുപോയി നിർത്തുന്നത്. കണ്ട പാടെ ഭഗവാൻ പറയുന്നു, അല്ലയോ ഭീഷ്മരെ, അങ്ങയുടെ ഈ പൗത്രന്, അങ്ങയുടെ ഈ പേരക്കുട്ടിക്ക് അങ്ങ് ഉപദേശിച്ചാലും എന്ത് രാജ്യധർമ്മം എന്താണെന്നും ഈ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിഷമതകളെ മാറ്റാനുള്ള ധർമ്മോപദേശം നൽകിയാലും പറഞ്ഞ് ഭഗവാൻ പുറകിലേക്ക് നിൽക്കുമ്പോ ഭീഷ്മർ പിന്നെ പറഞ്ഞു തുടങ്ങുന്നതാണ് സഹസ്രനാമം. അത് കഴിഞ്ഞ് അദ്ദേഹം ധർമ്മോപദേശമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നത് സഹസ്രനാമം. ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പറയും. മഹാനായിട്ടുള്ള ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യുധിഷ്ഠിര ഇത് കേട്ട നീ സ്വർഗത്തിൽ പോകുന്നു? മുക്തിക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ടുള്ളതാണോ സഹസ്രനാമം? ആണോ അല്ലയോ? പിന്നെ എന്തിനു വേണ്ടിയുള്ള സഹസ്രനാമം പറഞ്ഞു? ജീവിതത്തിൽ ഒളിച്ചോടിപ്പോകുന്ന ഒരു മനുഷ്യനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ കർമ്മം എന്തോ അത് യഥാവിധി ചെയ്യാനുള്ള ജ്ഞാനം അവന് പറഞ്ഞു കൊടുക്കാൻ അവനെ പ്രാപ്തനാക്കിയതാണ് സഹസ്രനാമത്തിന്റെ മഹിമ. ഏതെങ്കിലും ഒരു കുട്ടിയോട് നിങ്ങൾ രാവിലെ ഇവിടെ ഭാഗവതം തുടങ്ങിയിട്ടുണ്ട്, സഹസ്രനാമം ചൊല്ലാം ആ മോനെ എന്ന് പറയുമ്പോൾ ആ കുട്ടി നിങ്ങളോട് ചോദിക്കും, അമ്മേ അച്ഛ ഞാൻ സഹസ്രനാമത്തിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മൾ എന്താ പറയുക? പുണ്യം കിട്ടും. അത് എൻ്റെ അടുത്ത് ആവശ്യകത കിട്ടുന്ന ആ കുട്ടി പറയും. ഇല്ലെങ്കിൽ പറയും മോക്ഷം കിട്ടും. ഏത് കുട്ടിയോട്? 12 വയസ്സുള്ള കുട്ടിയോടാണ് നിങ്ങൾ പറയുന്നത്, മോനെ സഹസ്രനാമം ചൊല്ലി എന്ത് കിട്ടും? മോക്ഷം കിട്ടും. തോന്നുന്നുണ്ടോ ആ കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു? മറിച്ച് നീ ജീവിതത്തിൽ വീണു പോകുമ്പോൾ, നീ തളർന്നു പോകുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും നിന്റെ ജീവിതത്തിൽ വീണ്ടും പടപൊരുതാനുള്ള ഊർജം നിനക്ക് സഹസ്രനാമം തരുമെന്ന് പറഞ്ഞാൽ കുട്ടി വരുമല്ലോ? വരും. ഓരോ കാലഘട്ടത്തിലുമുള്ള തലമുറയോട് സംവദിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഭാഗവതം പോലും ഇന്ന് ആ രീതിയിൽ പറയേണ്ടതാണ് നമ്മുടെ ധർമ്മം. അതിൽ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെയൊന്നും അല്ല വ്യാസൻ ഭാഗവതം പറയേണ്ടത്.
ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് നിങ്ങൾക്ക് അതെങ്ങനെ പറഞ്ഞു കൊടുക്കാനാണോ ഗുരുവായൂരപ്പൻ തോന്നിക്കുന്നത് അതുപോലെ പറഞ്ഞു കൊടുക്കുക. പുതിയ തലമുറയാണ് നമുക്ക് ആവശ്യം. ആ പുതിയ തലമുറയെ കൊണ്ട് വേണം ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ത്, ഈ ധർമ്മ സംസ്ഥാപനം എന്ന് പറഞ്ഞ ഏർപ്പാട് നമുക്ക് ചെയ്യണം. നമ്മളൊക്കെ ഇവിടുന്ന് പോയാലും ഭാഗവതം പഠിത്തനുണ്ടാവും, ഗുരുവായൂരപ്പൻ പഠിത്തനുണ്ടാവും, ഈ മഞ്ചേരിക്കാവ് പഠിത്തനുണ്ടാവും. പക്ഷെ ഈ ധർമ്മത്തിന്റെ ശേഷി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. കാരണം ഇതിനെ ഏറ്റെടുത്ത് നടത്താനുള്ള പുതിയ തലമുറയിലുള്ള കുട്ടികൾ വേണം. അതിനാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാഗവത്തിൽ നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് കൊടുത്തുള്ള പ്രാധാന്യം. നാളെ മറ്റന്നാൾ കേൾക്കുക തിരുവല്ല കഥ. 5 വയസ്സ് പ്രായം പ്രഹ്ലാദൻ, 7 വയസ്സ് പ്രായം ഗോപികമാര്, പെൺകുട്ടികളാണ്, ടീനേജുള്ള പെൺകുട്ടികളാണ്. ഇവരുടെയൊക്കെ ഉദാഹരണം കാണിച്ചു നിങ്ങളോട് പറയാണ്, ഇതുപോലുള്ള കുട്ടികളെ നിങ്ങൾ ഈ ധർമ്മത്തിന് സംഭാവന ചെയ്യും. ധ്രുവനെ പോയത്, ധ്രുവൻ ഉത്താനപാലന്റെ പുത്രനായിട്ടുള്ള ധ്രുവൻ, അദ്ദേഹത്തിന്റെ മടിയിൽ കയറി ഇരിക്കുന്ന സമയത്ത് അമ്മ രണ്ടാമത് വന്ന് ഇറക്കി വിടും അല്ലെ. അദ്ദേഹം നിങ്ങൾ ടീച്ചർ പറയുമ്പോൾ കേട്ടാൽ മതി. ഇറക്കി വിട്ടിട്ട് പറയും, നീ ഇനി ഇദ്ദേഹത്തിന്റെ മടിയിൽ കയറി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്റെ ഗർഭത്തിൽ വന്ന് ചിരിക്കണം. അപ്പോഴാണ് അമ്മയോട് പോയി ചോദിക്കുക, സുനീക്കിനടുത്ത്, അമ്മ ഈ ചെറിയമ്മ പറഞ്ഞു അച്ഛന്റെ മടിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കണം എന്ന്. എന്താ അമ്മ എന്റെ അവസ്ഥ ഇങ്ങനെ? അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ധ്രുവൻ. ആരെ കാണാനും ഭഗവാനെ കാണാൻ. പോണ വഴിയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു, ഭഗവാനെ കാണാനും ഭഗവാനെ ഉപാസിക്കാനും എന്താണ് വഴി? അവർക്കൊന്നും അറിയില്ലായിരുന്നു. നോക്കൂ, അങ്ങനെ ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് വേണ്ട ആളുകളെ അയക്കും. അവിടെയാണ് നാഗമഹർഷി വരുന്നത്. അത് നാഗമഹർഷി പോലും ആ കുട്ടിയുടെ ദൃഢനിശ്ചയം എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. മോനെ, ഈ കൊട്ടാരത്തിലെ അവസ്ഥ ഒന്നും ആയിരിക്കില്ല, അവിടെ കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കിട്ടില്ല, ക്രൂരമായിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാവും, കാലാവസ്ഥ വളരെയധികം മോശമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് എന്റെ കുട്ടി പോയി കിടക്കണോ, വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ധ്രുവൻ പറയുന്നു, എനിക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കണം മഹർഷേ, അതിന് എന്തൊക്കെ പരിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ തരണം ചെയ്തോളാം, അതിന് വേണ്ട ബുദ്ധി എനിക്ക് പറഞ്ഞു തരും. അവിടെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ ഉപദേശവും ധ്രുവന്റെ തപസ് നടക്കുന്നത്. കയാതുവിന്റെ ഗർഭത്തിലുള്ള ഈ പ്രഹ്ലാദനെ ദേവേന്ദ്രൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്തും ഇതേ നാഗമഹർഷി തടയുന്നു, അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കയാതുവിന് എന്ന വ്യാജേനെ കയാതുവിന്റെ ഗർഭത്തിലുള്ള പ്രഹ്ലാദന് ഭഗവാന്റെ നാമം പറഞ്ഞു കൊടുക്കുന്നു, ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു നാഗമഹർഷി. ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ ഭഗവാനിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അടുപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പൊ ഇവിടെ നടക്കുന്നതാണ്, ഞാനല്ല ടീച്ചർ. നിങ്ങൾ ഭഗവാനെ വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഭാഗവതം പ്രത്യക്ഷം ഭഗവാൻ തന്നെ വന്നു, ഭഗവാന്റെ കഥ പറയാൻ ഒരാൾ വന്നു, അതിനുവേണ്ട സാഹചര്യം എടുക്കാൻ ഭഗവതി ഇവിടെ ഉണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കാനായിട്ടുള്ള ആൾക്കാർ ഇവിടെ ചുറ്റുമുണ്ട്. ഇനി എന്തിന്റെ നമുക്ക് എന്നിട്ടും ഭാഗവതം തുടങ്ങുന്നത് കൃഷ്ണാവതാര ദിവസവും കഴിയുന്നത് കുചേരന്റെ ആഗമന ദിവസമാണെങ്കിൽ ഭഗവതി നമ്മളോട് ചോദിക്കും, എന്തിനാണ്? ആ ചോദ്യം ഭഗവതിയെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയമായ ഉത്തരവാദിത്വം. ഒരു കുട്ടിയെയും, എനിക്ക് അറിയില്ല നാളെ സഹസ്രനാമം ചെല്ലുന്ന സമയത്ത് ഇവിടെ എത്ര കുട്ടികൾ വരുന്നത്, നിങ്ങൾക്ക് ഒരു കുട്ടിയെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗുരുവായൂരപ്പന് 100 കിലോ എണ്ണ കൊടുക്കുന്നതിനേക്കാൾ ഭഗവാൻ സന്തോഷിക്കും. കുട്ടികളില്ലേ? കുട്ടി എന്നുള്ള പ്രായം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഏത് പ്രായം വരെ ആവാം. കാരണം ഞാൻ ഇവിടെ പാലക്കാട് മഹാനവമി ദിവസം ഒരു പ്രഭാഷണത്തിന് പോയി. അവിടെ വിദ്യാഗോപാല മന്ത്രാർച്ചന ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇവിടെ ഉണ്ടോ അത് എന്നാ ഇത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് സർവൈശ്വര്യ വിളക്ക് പൂജ ചെയ്യേണ്ട അവസ്ഥ ഭാഗവത്തിന്റെ ഇടയിൽ നമുക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യേണ്ട അവസ്ഥ ഭാഗവത്തിന്റെ ഇടയിൽ വരുന്നത്? കാര്യം നല്ലതാണ്, കുട്ടികൾ പഠിക്കാൻ. അങ്ങനെയെങ്കിലും വരട്ടെ, ഇതാണ് ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. ഇവിടെ 200 കുട്ടികൾ എല്ലാ ദിവസവും കേൾക്കാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? വിദ്യാഗോപാലത്തിന്റെ ആവശ്യമില്ല. ഇതുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾ ഇതിന് ഭൂയിച്ചേക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടുമല്ലോ. ഞാൻ ഒരു വിഷമം നിങ്ങളോട് പറയട്ടെ. ഞാൻ പാലക്കാട് മഹാനവമി ദിവസത്തിന് പ്രഭാഷണത്തിന് പോയി. ഈ വർഷമല്ല, കഴിഞ്ഞ ഈ മഹാനവമിയല്ലേ മുമ്പത്തെ 2024 അവിടെ പോയ സമയത്ത് വിദ്യാഗോപാല മന്ത്രാർച്ചന അവിടെ ഉണ്ടായിരുന്നു. മഹാനവമി ദിവസം കേട്ടോ.
ഞാൻ പോയ സമയത്ത് പ്രഭാഷണം വിദ്യാഗോപാലനാഥന് കഴിഞ്ഞായിരുന്നു. ഞാൻ പോയ സമയത്ത് ഒരു 20 അമ്മമാരും 12 മുത്തശ്ശിമാരും ഇരുന്ന് പൂജിക്കുന്നു. അച്യുതായണം, കേശവായണം, ഗോവിന്ദായണം. മരുന്നിനൊരു കുട്ടിയില്ലേ, ഒന്നെങ്കിലും വേണ്ടേ? അപ്പൊ അതിലിങ്ങനെ എങ്ങനെ പരിചയമുള്ളൊരു ചേച്ചി, ആ ചേച്ചി ഗംഭീരമായിട്ട് നാരായണീയത്തിന്റെ സമർപ്പണമൊക്കെ ഗുരുവായൂരുണ്ടായപ്പോ എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്നേഹാനന്ദം അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് അറിയാം ആ ചേച്ചി ഏത് ഭാഗത്തും അടുത്തുണ്ടെങ്കിൽ അവിടെ പോണ ആളാണ്. എല്ലാ ദിവസവും സഹസ്രനാമം ജപിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും ഭഗവാനെ ഇങ്ങനെ കീർത്തിച്ച് പാട്ടൊക്കെ പാടി സ്റ്റോറിയൊക്കെ വന്ന ചേച്ചിയാണ്. ആ ചേച്ചിക്ക് ഒരു മോനുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ചേച്ചിയുടെ അച്ഛനൊക്കെ കഴിഞ്ഞ് ചേച്ചി വന്ന സമയത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തുകൊണ്ടാണ് മോൻ വരാഞ്ഞത്? എല്ലാ ദിവസവും നാരായണീയം ഒരു ദശക്കെങ്കിലും പാരായണം ചെയ്യണ ചേച്ചി, ഭാഗവത സപ്താഹം എവിടെ ഉണ്ടെങ്കിലും പോയി കേൾക്കുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് അവൻ ആകെ കിട്ടുന്ന അവധി ദിവസമല്ലേ വ്യാസനവൻ ഉറങ്ങിക്കോട്ടെ എന്നാണ്. സത്യം. എത്ര ദിവസം നിങ്ങൾ ഉറക്കും കുട്ടികളെ? ഉറക്കി 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 ഏത് അവസ്ഥയിലായിട്ടുണ്ട് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ? എല്ലാവരും മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇന്ന് നിങ്ങൾ കേട്ട വാർത്തയിലുള്ള 1-ാം പ്രതിയുടെ പ്രായം നിങ്ങൾക്ക് പരിശോധിക്കുക. ഒരു വാഹനത്തിന്റെ പേരൊക്കെ ബന്ധപ്പെട്ടാണ് അയാളുടെ പേര് പറയണേ, ഒരു ഇരുചക്ര വാഹനത്തിന്റെ. അദ്ദേഹത്തിന്റെ പേരിൽ 1-ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രായം നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ ജുവനൈൽ ഹോമുകളിലുള്ള കിടക്കുന്ന കുട്ടികളുടെ പ്രായം നിങ്ങൾ പരിശോധിക്കുക. ഇവരെയൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ടതിന് ഒരു പങ്ക് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു. കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ആരെ? ഗുരുവായൂർ. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള ചില ശീലങ്ങളിൽ പെട്ടുകൊണ്ട് ഇതൊക്കെ പ്രായമായ ആൾക്കാർക്കുള്ള ധാരണയാണ്ടിരിക്കുക. ഒരു കുട്ടി ഒരു മുത്തശ്ശിയോട് ചോദിക്കാത്ര, മുത്തശ്ശി ആ അമ്പലത്തിൽ ഭാഗം നടക്കണ്ടല്ലോ, മുത്തശ്ശി പോണില്ലായിരുന്നു, നമ്മൾക്ക് പോകാൻ വയ്യ. മുത്തശ്ശി അങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ പ്രായമുള്ള ആൾക്കാർക്കുള്ളതൊന്നുമല്ല എല്ലാവർക്കും വരാം. നമുക്ക് രണ്ടുപേരും ഒന്നാണ്. കാരണം അവിടെ എന്റെ സാധനം നടക്കുന്നുണ്ട്, അങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുന്ന ഭാഗത്ത് ഉദ്ദേശിക്കുന്നല്ലോ. അപ്പൊ ഭാഗവതത്തിലൂടെ സൃഷ്ടിക്കേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഹരിയുടെ വാക്ക് കണ്ടെടുക്കുകയാണെങ്കിൽ ഊണ് കഴിച്ച് അദ്ദേഹം വള്ളുവനാട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം പറയാ, എണ്ണാമണങ്ങന്മാരെ ഉണ്ടാക്കുന്ന ഹർപ്പാടല്ല ഭാഗവതം. പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ സിംഹക്കുട്ടികൾക്ക് ജന്മം നൽകാനാണ് ഭാഗവതം പറയുക. അതിനാണ് പറയുന്നത്. ഭഗവാൻ നരസിംഹമായിട്ട് മുന്നിൽ വന്നു നിന്ന സമയത്ത് എല്ലാവരും, ബ്രഹ്മാവ് പോലും ഒരു ശ്ലോകം കൊണ്ട് സ്തുതിച്ച് മാറി എന്ന് പറയും. മഹാലക്ഷ്മിയോടൊന്നും പറഞ്ഞില്ല സമാധാനിപ്പിക്കാൻ, ഭർത്താവല്ലേ. ഡെയിലി മുഖത്തേക്ക് നോക്കി പറഞ്ഞത് ഇയാൾക്ക് ഇങ്ങനെ രൂപമുള്ളത് ഞാൻ ദൂരെ കണ്ടിട്ട് അതിന്റെ ഭർത്താവൊന്നുമല്ല. എല്ലാവരും പേടിച്ച് മാറി നിൽക്കുമ്പോൾ ഒരു കുട്ടി മാത്രം, 5 വയസ്സ് പ്രായമുള്ള 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഈ സിംഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാത്ത. ഒടുവിൽ മനോഹരമായിട്ടൊരു കവിതയുണ്ട്. ബ്രഹ്മാവ് പോയിട്ട് പ്രഹ്ലാദനോട് പറയുന്നുണ്ട്, പ്രഹ്ലാദൻ എന്ത് പേടി. പ്രഹ്ലാദനോട് പോയിട്ട് ബ്രഹ്മാവ് പറയാത്ര, നീ ധൈര്യമായിട്ട് പൊക്കോ, മടി കയറിയിരുന്നോ. നമ്മളിങ്ങനെ പറയുന്നത് ഒരിക്കുമ്പോ കയറാൻ രാമന നല്ലതെന്ന് ചൊല്ലിട്ട് ഞങ്ങളുടെ നാട്ടില്. ഇവർക്കൊന്നും പോയി സംസാരിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ ഒരു കുട്ടിക്ക് നിൽക്കേണ്ടപ്പോ അതിനെ വെച്ച് സമാധാനിപ്പിക്കാന്ന് കരുതിയിട്ടാണ് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, പോയിക്കോ, ഒരു കുഴപ്പമില്ല, ആ നിൽക്കുന്നത് ആരാന്ന് വെച്ചാൽ അത് ഗുരുവായൂരനാണേ. അപ്പൊ അതിന് കുറെ നാടി വീശയൊക്കെ ഉണ്ടല്ലോ. ബ്രഹ്മാവെന്നാണ് പ്രഹ്ലാദാദി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ അത് പിടിച്ചിട്ട് വലിച്ച് അതിന് പോരും. കാരണം അത് വെഞ്ചാമരാണെന്ന് പറഞ്ഞിട്ട്. വെഞ്ചാമര താടി ഗുരുവായൂരുള്ള 2 വെഞ്ചാമരം ഇവിടെ, 2 വെഞ്ചാമരം ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് വേഷം മാറി വന്നിരിക്കുക. അത് ഗുരുവായൂരത്തിന് അത് പിടിച്ചായിട്ട് പോയി ധൈര്യം പോയി പിടിച്ചു വെച്ചോന്ന് പറഞ്ഞു. അതിനാണ് പ്രഹ്ലാദൻ ബ്രഹ്മാവിനോട് ചോദിക്കുന്നത്, പ്രിയപ്പെട്ട പ്രജാപതി, അതിന് ആർക്കാണ് ഭയം? നോക്കൂ, അതാണ് ചങ്കൂറ്റം. ആരാണ് ഭയന്നത് ചോദിച്ചത്. എന്നോട് നിങ്ങൾ ഭയക്കണ്ട 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 എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് എനിക്ക് ഭയണ്ടത് താങ്കളോട് ആര് പറഞ്ഞു? ഭഗവാന്റെ മടിയിൽ കയറി ഇരിക്കുന്ന സമയത്തും ഭഗവാൻ പ്രഹ്ലാദനോട് ചോദിക്കുന്നു, ഉണ്ണി നിനക്ക് എന്റെ ഈ രൂപം കണ്ടിട്ട് പേടിയുണ്ടോ? ഈ രൂപം ഞാൻ മാറ്റേണ്ടതായിട്ടുണ്ടോ? പ്രഹ്ലാദൻ പറയുന്നതല്ല, ഭഗവാനെ അങ്ങാകുന്ന ഈ സിംഹത്തെ എനിക്ക് ഭയക്കേണ്ടതായിട്ടില്ല. കാരണം ഈ സിംഹം തന്നെയാണ് എന്റെ ഉള്ളിലുള്ളതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടെന്ന്. അതാണ് ഭക്തൻ. അപ്പോഴാണ് ഭക്തനാവുന്നത്. ഭഗവാൻ പോലും കരഞ്ഞു പോയതാണ്. ആ ഭഗവാനെ കരയിച്ച ഡയലോഗുണ്ട് പ്രഹ്ലാദന്റെ. അതാണ് എനിക്ക് ഭാഗത്ത് ഏറ്റവും ഇഷ്ടം. ഉണ്ണി നിനക്ക് ഞാൻ മോക്ഷം തരട്ടെ എന്ന് ചോദിക്കുകയാണ് നരസിംഹം. നിനക്ക് ഞാൻ മോക്ഷം തരട്ടെ. ഭഗവാനോട് പ്രഹ്ലാദൻ പറയും, എനിക്ക് മോക്ഷം വേണ്ട ഭഗവാൻ.
അപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ണി ഇനി അത് വേണ്ടാന്ന് പറയുന്നത്? എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളത് മോക്ഷമാണ്. നിനക്ക് മാത്രം എന്താണ് ഈ മോക്ഷം വേണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞൊരു വാചകം എന്ന് പറയപ്പെട്ടവരെ, അത് നമ്മുടെ നെഞ്ചിലേക്ക് നമ്മൾ സ്വീകരിക്കണം. പ്രഹ്ലാദൻ പറയാണ് ഭഗവാനെ മുഖത്ത് നോക്കിയിട്ട്, ഭഗവാനെ അങ്ങ് എനിക്ക് മോക്ഷം നൽകി അങ്ങ് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ ഈ വംശത്തിൽ വന്ന് പിറന്നിട്ടുള്ള പാപികളായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി അങ്ങയോട് ആരപേക്ഷിക്കും? എന്നെ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്റെ കാര്യമൊക്കെ സുഖമായി. പക്ഷെ എനിക്ക് ശേഷം വരുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി അങ്ങയോട് ആര് സംസാരിക്കും? അതുകൊണ്ട് എനിക്ക് മോക്ഷം വേണ്ടാന്ന് പറഞ്ഞാണ് പ്രഹ്ലാദൻ. ഭഗവാന്റെ ഭക്തരായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, ഭഗവാനോട് വരുന്ന തലമുറയോട്. പ്രഹ്ലാദൻ കേൾക്കുമ്പോൾ അവസാനം മനസ്സിലേക്ക് കൊണ്ടുപോകേണ്ട ഇതാണ്, പ്രഹ്ലാദൻ എങ്ങനെയാണ് നോക്കൂ, ചണ്ടാമർക്കന്മാർ സ്കൂളിൽ പോയി പഠിക്കുന്ന പ്രഹ്ലാദൻ തന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാനെ കിട്ടുക, എങ്ങനെ കിട്ടുന്നത് നോക്കൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഭാഗവതം കുട്ടികൾക്കുള്ളതാണ്. ഒരു കുട്ടിയെ കൊണ്ടാണ് ഭഗവാൻ പാലിച്ചത് തന്നെ എങ്ങനെ കിട്ടുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു വഴി മാത്രം പറഞ്ഞു കൊടുത്തപ്പോ ഒരു കുട്ടി 9 വഴികൾ പറഞ്ഞു കൊടുത്തു. നവധാഭക്തി ഭാഗവതത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ നിന്ന് കേൾക്കും. നരസിംഹാവതാര കഥ എന്ന സമയത്ത് യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുന്നുണ്ട്, മഹാബലിയുടെ കഥ കേൾക്കുന്ന സമയത്ത്, ബലിചക്രവർത്തിയുടെ കഥ. ഈ വിഷ്ണു എന്ന് പറയുന്ന ആൾക്ക്, ഈ കൃഷ്ണൻ, ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ദേവന്മാരോട് പ്രത്യേക ഒരു ഇഷ്ടവും അസുരന്മാരോട് എന്തോ ഒരു അകൽച്ചയില്ലേ നാരദ മഹർഷി? ഇവർ ഈ ദേവന്മാർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞാൽ മൂപ്പര് ചാടിക്കേറി ഇറങ്ങണു, അവതാരം എടുക്കണു. ഈ അസുരന്മാർക്ക് എപ്പോഴും ഭഗവാന്റെ കയ്യിൽ നിന്ന് അടികൊള്ളാന്നല്ലാണ്ട് ഒരു തരത്തിലുള്ള സ്നേഹവും കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്, അല്ലയോ യുധിഷ്ഠിര, അങ്ങയുടെ ഈ ഭഗവാൻ ഉണ്ടല്ലോ കൃഷ്ണൻ, അദ്ദേഹം അസുരന്മാർക്ക് വേണ്ടി എടുത്ത അത്ര അവതാരം വേറെ ആർക്കും വേണ്ടിയിട്ടില്ല. നമ്മുടെ ധാരണയാണ് ഭഗവാൻ നമ്മളെ പറ്റിച്ചാണ്. ഞാൻ പറയുന്നത് ഭഗവാൻ നമ്മളെ പറ്റിച്ചു. എന്തിന്? ഞാൻ ഗോപികമാർക്ക് വേണ്ടി അവതാരം എടുക്കുന്നു, അല്ലെങ്കിൽ രാധയ്ക്ക് വേണ്ടി, യശോദയ്ക്ക് വേണ്ടി, അർജുനന് വേണ്ടി, ദ്രൗപദിക്ക് വേണ്ടി, നമ്മൾ വിചാരിച്ച ഈ നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ പ്രധാനപ്പെട്ട 3 അവതാരങ്ങൾ, 3 അല്ല 4 അവതാരങ്ങൾ. ഭഗവാന്റെ വരാഹാവതാരം, ഭഗവാന്റെ നരസിംഹാവതാരം, ഭഗവാന്റെ ശ്രീരാമാവതാരം, ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാരം. ഈ 4 അവതാരവും ആത്യന്തികമായിട്ട് ഭഗവാൻ എടുത്തിട്ടുള്ളത് അസുരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഏത് അസുരന്മാര്? ഭഗവാന്റെ പാർശ്വന്മാരായിട്ടുള്ള ജയവിജയന്മാർ. സനകാദി മുനിമാരുടെ ശാപം കിട്ടി. എന്തിന്? വേണ്ട തരത്തിൽ റെസ്പെക്ട് ചെയ്തില്ല. ഈ 5 വയസ്സായുള്ള കുട്ടികൾ ഡ്രസ്സ് കാണട്ടെ, ഞങ്ങളുടെ മുതലാളിയെ കാണാൻ വന്ന മാറി നിൽക്കുന്നു അപമാനിച്ചു. അപ്പോഴാണ് ശ്രമിച്ചത് 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ. 1ാമത്തെ ജന്മത്തില് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ട് ജനിക്കുന്നു. 2ാമത്തെ ജന്മത്തില് രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കുന്നു. 3ാമത്തെ ജന്മത്തില് ശിശുപാലനും ദന്തവത്തനായിട്ട് ജനിക്കുന്നു. ഓരോ സമയത്തും ഭഗവാൻ ഓരോരോ അവതാരം എടുത്തിട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം. പറയാൻ പറ്റും നമുക്ക് ആത്യന്തികമായിട്ട് ലോക നന്മയ്ക്കായിട്ട് അവതരിച്ചല്ലോ ഭഗവാനെ. സ്വന്തം ഭക്തനെ അത്രയധികം സ്നേഹിക്കുന്നു ഭഗവാൻ. അതിപ്പോ ജയവിജയന്മാരായിക്കോട്ടെ, ശിശുപാലൻ നോക്കൂ, ഭഗവാൻ അവസാന ദിവസം കേൾക്കും രാജസൂയത്തില് ഭഗവാന്റെ ചക്രം കൊണ്ട് മരിക്കുന്ന ശിശുപാലന്റെ ദേഹത്തു നിന്ന് ജ്യോതിസ് ഭഗവാനിലേക്ക് വന്ന് ജയിച്ചതാണ്. നിങ്ങളുടെ എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗുരുവായൂർ ദേവസ്വം പുറത്തിറങ്ങിയ പണ്ഡിറ്റ് ഗോപാലൻ എന്നുള്ള വ്യാഖ്യാനം ഭാഗവതം എന്ന് എനിക്കറിയില്ല. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ശിശുപാലന്റെ സ്തുതിയുണ്ട്, ശിശുപാലന്റെ ചീത്ത സ്തുതിയാണ്. രാജസൂയത്തിൽ ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് 100 തവണ ചീത്ത പറഞ്ഞു ശിശുപാലൻ, 100 തവണ ദ്വേഷിച്ചു. നമ്മൾ കേൾക്കുമ്പോൾ ചീത്തയാണ്. നിങ്ങൾ ആ ബുക്കെടുത്ത് വായിച്ചു, അതിൽ ഓരോ ചീത്തയും സ്തുതിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തിന്? ഭഗവാൻ എന്നെ കൊണ്ടുപോകാനായി ഇവിടെ വീണ്ടും. അപ്പൊ പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെയൊക്കെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഭാഗവതത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കണം ഭാഗവതത്തിലൂടെ. അപ്പോഴേ യജ്ഞത്തിന്റെ ഒരു പരിപൂർണമായിട്ടുള്ള വിജയം എന്ന് പറയാൻ സാധിക്കുള്ളൂ. വിഘ്നേശ്വരൻ ഗംഭീരായി, കൃഷ്ണാവതാരം ഗംഭീരായി എന്നും പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ സന്തോഷം ഉണ്ടാവുന്നത് കരുതരുത്. ഗുരുവായൂരപ്പൻ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഏകാദശം പറയുന്ന സമയത്ത് ഈ ഹാൾ ഫുള്ളാണ്. 11ാമത്തെ അധ്യായം ഉപദേശം നമുക്കൊന്നും വേണ്ട വ്യാസം എന്നാണ് എല്ലാവരുടെയും താല്പര്യം. നമുക്ക് മറ്റേ കുചേരം വന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗവതം കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവസാനത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ മൊത്തം പുണ്യം കിട്ടുന്ന ഏതോ ഒരു മഹാത്മാവ് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവസാനത്തെ ദിവസം ഭയങ്കര തിരക്കാം. ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണല്ലോ പുണ്യം ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു,
നിങ്ങൾക്ക് ഇവിടെ രുക്മിണീ സ്വയംവരമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് എന്നുണ്ടെങ്കിൽ ആ തിരക്ക് എല്ലാ ദിവസവും ഉണ്ടാവും, പ്രത്യേകിച്ച് ഏകാദശി. ഭാഗവതത്തിന്റെ എസൻസ്, ഭാഗവതത്തിന്റെ ചാറ് നിറഞ്ഞു കിടക്കുന്നത് ഏകാദശി സ്കന്ധത്തിലാണ്. നമുക്ക് താല്പര്യമേ ഇല്ല. അവിടെ എന്തൊക്കെയോ ഭഗവാനും ഉദ്ധവനും നമ്മൾ എന്തൊക്കെയോ സംസാരിക്കുന്നത്, അത് അങ്ങനെ നടക്കട്ടെ. അന്നാവും ചിലപ്പോൾ ഏതെങ്കിലും അർച്ചന വെക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നാവും തിരക്ക് കുറവേ. നിങ്ങൾ വേഗം വാങ്ങാൻ തീരുമാനം ചെയ്യും. കാരണം അത് കേൾക്കാനാണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇഷ്ടം പോലെ സമയം അന്നാ എന്തർച്ചനാണെങ്കിലും നടത്താം. ആ അവസ്ഥയിലേക്ക് സാധിക്കില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങൾ വലിയ വലിയ ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഓർത്തു നോക്കും. അവിടെ എന്ത് യജ്ഞത്തിന് സമയമുള്ളത്, എന്ത് അർച്ചനയ്ക്കാൻ സമയമുള്ളത്. കാരണം ഭാഗവതം തന്നെ പറഞ്ഞു തരാൻ സമയമില്ല. അത്രയധികം ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഇരിക്കുക. ഇനി ഇപ്പൊ സ്വാമി ഉദിച്ചതിനെ സപ്താഹങ്ങൾ നോക്കും. അവിടെ ഒരു നിമിഷങ്ങളിൽ കിട്ടുമോ നോക്കിയിട്ട് ആളുകൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വരാൻ തന്നെ ആൾക്കാർ ഇല്ല. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും ഭാഗവതത്തിന്റെ തെറ്റോ നമ്മുടെ തെറ്റോ സംഘാടക തെറ്റോ അല്ല. അവർക്ക് എന്താണ് ഭാഗവതം എന്ന് അറിയില്ല. നമ്മളോട് പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ആ രീതി മാറും. എല്ലാവരെയും ചേർത്ത് ഭഗവാന്റെ ഒരു വനമാലയാക്കി ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. ഒരു ഭക്തൻ വലുത്, ഒരു ഭക്തൻ ചെറുത് എന്നൊരു ഏർപ്പാട് ഗുരുവായൂരപ്പനില്ല. ഭാഗവതത്തിൽ നിന്ന് കേൾക്കാം. ശിവദേവന്റെയും ബഹുളാശം എന്ന് പറയുന്ന രണ്ട് പേരുടെ ഒപ്പം ഭഗവാൻ പോയി അവരുടെ വിരുന്ന് സ്വീകരിച്ച കഥ. ഒരാളൊരു രാജാവായിരുന്നു, ഒരാളൊരു ബ്രാഹ്മണനായിരുന്നു. രണ്ടുപേരും വിളിച്ചത് ഒരേ ദിവസമാണ്, ഒരേ സമയത്താണ്. ഭഗവാൻ 2 രൂപ എടുത്തിട്ട് ഒരേ സമയം രണ്ടുപേരുടെ വീട്ടിൽ പോയി. രാജാവിന്റെ അവിടെ ഗംഭീരമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടായിരുന്നു, ബ്രാഹ്മണന്റെ അവിടെ കടുമാങ്ങി കഞ്ഞി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടും ഹാപ്പി ആയിട്ട് കഴിച്ചു, രണ്ടുപേരും ഒരേപോലെ കഴിച്ചു. നന്മ ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് 12 പായസം കൊടുത്തപ്പോൾ ഗംഭീരായിരുന്നു, കടുമാങ്ങി കഞ്ഞി കൊടുത്തപ്പോൾ എന്താണ് എന്ന് ചോദിച്ചിട്ടില്ല. ഭഗവാന്റെ ഭക്തരായിട്ടുള്ള നമുക്കും ഈ ഭേദഭാവം പാടില്ല. എല്ലാവരും ഒരുപോലെ, ഒരുപാട് വലിയ ഭക്തൻ ചെറിയ ഭക്തൻ ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നാരായണീയം പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഈ പൂന്താനത്തെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേപ്പത്തൂരിൽ ഇട്ടിരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. വേപ്പത്തൂർ പറഞ്ഞ അഹങ്കാരിയായുള്ള പണ്ഡിതൻ, പൂന്താനം പറഞ്ഞ പരമസാത്വികൻ. ആത്യന്തികമായിട്ട് വേപ്പത്തൂരിനെ അപമാനിക്കുന്നതും ആരെ അപമാനിക്കുന്നതും തുല്യ, ഗുരുവായൂരപ്പനെ അപമാനിക്കുന്നതും. അതുകൊണ്ട് എല്ലാ ഭക്തരെയും ഒരുമിച്ച് കാണുക, സഹസ്രാമം എല്ലാവരെയും ഒന്ന് ജപിപ്പിക്കുക. ചിലപ്പോൾ ഒരു ചേച്ചി അന്നത്തെ ദിവസമായിരിക്കും ആദ്യത്തെ ദിവസം പുസ്തകം തുറക്കുണ്ടാവുക. ചീത്ത പറയരുത്, നിങ്ങളുടെ സ്പീഡില്ലാതെ പറഞ്ഞ് കളിയാക്കരുത്. നിങ്ങളിവിടെ പറയുന്നത് ഓം വിശ്വം വിഷ്ണു അഷത്കാരോ ഭൂതഭവ്യ ഭവത്രഭു എന്ന് പറയുമ്പോൾ ആ ചേച്ചി ഓം വിശ്വ പറ്റിയിട്ടേ ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, കുഴപ്പമില്ല, വായിക്കട്ടെ. അല്ലാണ്ട് എന്റെ താളം പോകുന്നു എന്ന് പറയുന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളതെന്നാ പറയുന്നത്. ഇവിടെ നിന്ന് വന്നു വായിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ചേച്ചിക്ക് അന്ന് കൈയെടുക്കാൻ തോന്നി, അതിനെ പ്രോത്സാഹിപ്പിക്കാന്നല്ലാണ്ട് ഞങ്ങളെ തെറ്റിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കണം ചോദിക്കണം. പിന്നെ എത്ര നാരായണീയ ഭാഷയിൽ എത്ര ഭാഗം കിട്ടും, എന്താണ് കാര്യം? എന്തെങ്കിലും കാര്യം? ഗോപബാലൻ മാലാമുത്തു മാലയുടെ നടുക്കായി ഗോപതിയായി വിളങ്ങും കൃഷ്ണ കല്ല് വേണമോ എന്നാണ് പാട്ട്. കേട്ടല്ലോ നീലക്കല്ല്. എല്ലാവരുടെയും നടുക്കാണ് ഗുരുവായൂരിക്കുന്നത്. അതിൽ ഒരു കല്ല് വലുത് ഒരു കല്ല് ചെറുതെന്ന് ഭഗവാനില്ല. 18 ഭാഗവതം കേട്ടിട്ട് ഞാൻ ഭാഗവതോത്തമയാണ്, നിങ്ങളൊക്കെ സാധാരണക്കാരാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് നിൽക്കുക. നിങ്ങൾക്ക് കേൾക്കാം ദശമസ്കന്ധത്തില് ഉദ്ധവന്റെ ഗോകുലയാത്ര എല്ലാവരും പറയാറുണ്ട്. നമുക്കൊക്കെ ഉണ്ട് ഈ ഭാഗവതം. ഒരു 6 സപ്താഹം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ടൈറ്റിൽ എടുക്കും. എന്ത്? ഗുരുവായൂരപ്പൻ എന്റെയാണ്, ഞാൻ ഗുരുവായൂരപ്പൻ എന്റെ. ബാക്കി അവരൊക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല. ഭഗവാന്റെ ഉടമസ്ഥാവകാശം നമ്മളങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമ്മളും ഭഗവാൻ മാത്രമല്ല ലോകം. ബാക്കിയുള്ളവർക്കൊക്കെ ഇടയ്ക്ക് കയറുകളെ നമുക്ക് ചോദിക്കണം, എവിടെ നിന്ന് വന്നു ചോദിക്കണമെങ്കിൽ. ഞാൻ എന്റെ ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു, പാവൽ പിച്ചക്കാരൻ പുറത്തുനിന്ന് നിൽക്കുകയായിരിക്കും, അതിനെന്തെങ്കിലും പൈസ കൊടുക്കാൻ ഇടയില്ല. ഈ ധാരണ ഉണ്ടല്ലോ, ഭാഗവതം കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു ധാരണയാണ് എന്ത്? ഞാൻ വലിയ ഭക്തനാണ് എന്നുള്ളത്. ഭക്തിയുടെ അളവ് കൂട്ടാനുള്ള ഏർപ്പാടല്ല എന്ത്? ഭക്തി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന നിങ്ങൾ? ഭക്തി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിനയം കൂടുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഭക്തരൊക്കെ ഭഗവാന്റെ വിനയിതന്മാരായിട്ടുള്ള ദാസന്മാരാണ്.
അപ്പൊ ഭഗവാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദാസന്റെ ദാസന്റെ ദാസനാണ്. നോക്കൂ നിങ്ങൾ രാജസൂയം, കേൾക്കാം നിങ്ങൾക്ക് കഥ. രാജസൂയത്തിൽ ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. അർജുനന് ഇന്ന കാര്യം, ഭീമന് കലവറയുടെ ഭക്ഷണത്തിന്റെ ഒക്കെ കാര്യം, കർണന് ദാനങ്ങൾ ചെയ്യാനുള്ള ബ്രാഹ്മണന്റെ കാര്യം നോക്കാനുള്ള കാര്യം, ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കണ കൃഷ്ണൻ രാജസൂയത്തിന് എന്ത് കാര്യം ചെയ്തേ? എത്രാമത്തെ ഭാഗവത എഴുതിയില്ല നമ്പർ. കൃഷ്ണൻ രാജസൂയത്തിൽ എന്ത് ഡ്യൂട്ടിയാ ചെയ്തേ? പറയട്ടെ. വരുന്ന ആൾക്കാരുടെ കാല് കഴുകി തുടച്ചു കൊടുക്കുക, ചെരുപ്പെടുത്തൊരിപ്പിക്കുക, ഇത് ചെയ്ത ആളാണ് അങ്ങനെ ഭഗവാനെ കാണും. അല്ലാതെ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ അങ്ങ് ചക്രവർത്തിയല്ലേ, ദ്വാരകാധീശനല്ലേ എന്നൊക്കെ കാണുന്നതിനേക്കാൾ ഗുരുവായൂരപ്പൻ നിങ്ങളെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ നിങ്ങളൊരാളായി. അങ്ങനെ ഭഗവാനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ ദാസനാണ് ഞാൻ എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭക്തന്റെയും ദാസനാണ് ഞാൻ. ഭാഗവതം പറഞ്ഞു വയ്ക്കുന്നത് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭാഗവതം പല സമയത്ത് നോക്കൂ, അംബരീഷിന്റെ കഥ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാം. ദുർവാസാവ് മഹർഷി സുദർശനത്തെ ഓടിയിട്ടുണ്ടല്ലോ അല്ലെ, ലോകം മുഴുവൻ. അപ്പൊ അദ്ദേഹം ബ്രഹ്മലോകത്ത് പോകുന്നു, അവിടെ നിന്ന് ഇതിനെ സംഹരിക്കാൻ സാധിക്കുന്നില്ല. കൈലാസത്തിൽ പോകുന്നു, അവിടെ നിന്ന് സംഹരിക്കാൻ സാധിക്കുന്നില്ല. വൈകുണ്ഠത്തിൽ സ്വയം പോയിട്ട് ഭഗവാനോട് പറയാണ്, ഭഗവാനെ അങ്ങയുടെ സുദർശനം എന്താ എന്റെ പുറകിൽ വന്ന് നിൽക്കണു, അതിനെ സംഹരിച്ചാണ്. ഭഗവാൻ എന്താ പറയുന്നത്? മഹർഷി സുദർശനം അല്ല എന്റെ ഒരാനുഭവം. എന്തിന്? ഞാൻ തന്നെ എന്റെ നിയന്ത്രണമല്ല. ഈ സുദർശനം പോയിട്ട് അങ്ങ് സംസാരിക്കുന്ന ഞാൻ പോലും എന്റെ നിയന്ത്രണത്തിലല്ല. ഞാൻ ആരുടെ നിയന്ത്രണത്തില? എന്റെ ഭക്തന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ആരും പോയി പറയും, അംബരീഷോട് പോയി പറയും. ഭഗവാനേക്കാളും എപ്പോഴും ഉയർത്തിയുള്ളത് ആരെയാണ് പറയുന്നത്? ഭഗവാന്റെ ഭക്തരെയാണ്. എന്റെ ഗുരുവായൂരപ്പൻ മാറി നിൽക്കും, നന്നായി പോകുന്നുണ്ടല്ലോ, അത് ഭഗവാന്റെ സ്വഭാവമാണ്. എല്ലാവരും എടുത്തിങ്ങനെ ഉയർത്തി 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 അതൊരു മനുഷ്യൻ പോലും ആവുന്നില്ല. കഴിഞ്ഞ ഒരു ഗുരുവായൂർ ഏകാദശി തലേദിവസം ദശമി ഒരാളെ അനുസ്മരിക്കുന്ന ചടങ്ങുണ്ടല്ലോ ഗുരുവായൂർ. ആരെ? കേശവൻ. ഒരാനയാണ് പറയുമ്പോൾ ഓർത്തുന്നത്. ഈ ലോകം, ഈ ഗുരുവായൂർ ക്ഷേത്രമുള്ള കാലത്തോളം ആ ആനയുടെ പേര് എന്ത് ചെയ്യുന്നു? സ്മരിക്കപ്പെടുന്നു. ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നു. ഗുരുവായൂരപ്പന്റെ കിടന്ന് പിടിച്ച ആനയാണ് കേശവന്റെ പ്രതിമയുടെ മുകളിൽ പോയി മാലയിട്ട് കൊടുക്കുന്നത്. ഓർത്തുന്നത്. പുതിയ കാലത്തെ ഗജേന്ദ്രമോക്ഷം. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഭക്തന്റെ ദാസനാവശ്യമില്ല, എളിമയുള്ളവരാണ് ഭാഗവതം കേട്ടത്. അതേസമയം ധർമ്മത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ പോലെ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായുള്ള പ്രഹ്ലാദനെ പോലെ ഭയമില്ലാത്തവരായിട്ട് നിൽക്കുക. ഇത് രണ്ടും സാധിക്കും ഭാഗവതം. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യവും സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട വിനയത്വവും രണ്ടും ഭാഗവതം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗുരുവായൂരപ്പന്റെ വന്ന ടൈപ്പിലെടുത്ത് അടിയാതിരിക്കുക. പണ്ടൊരു ചേച്ചി മാനേജർ ഗുരുവായൂർ. അപ്പൊ അവര് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഭഗവാന്റെ പുറത്തുള്ള വലിയ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് അകത്തേക്ക് നോക്കിയിട്ട് ഉറക്കം ചോദിക്കത്ര, എന്റെ ഗുരുവായൂരപ്പാന്ന് പറയുന്ന ഉറക്കം. അപ്പൊ അകത്ത് ആഞ്ഞം നോക്കാൻ ജനിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അത്ര. തിരുനാളാചാര്യൻ അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം ഉറക്കം വിളിച്ച് പറയുമ്പോൾ അത്ര, ഞങ്ങളുടെ എന്റെ മാത്രമല്ല ആരുടെയും കൂടിയാണ്, ഞങ്ങളുടെയും കൂടിയാണ്. ഈ ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഈ ധാരണ ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടിയിട്ടു. അട്ടി കിട്ടുന്നത് എന്തിനാണെന്നുള്ള ബോധ്യം ഉണ്ടാവുക എന്നുള്ളത്. ഈ ധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണ്. എനിക്കൊക്കെ എപ്പോഴും ഉണ്ട്. കാരണം ചില സമയത്തൊക്കെ ഈ നോട്ടീസ് അടിക്കുന്ന സമയത്ത് അതിൽ എഴുതാനുള്ളത് ഇവിടെ നിന്ന് വലിയ അപകടം ഉണ്ടായില്ല, എന്റെ പേരും സ്ഥലം മാത്രമേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ഞാൻ വരുന്ന സമയത്ത് അവിടെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടാവാനുള്ളത് ഗുരുവായൂരപ്പന്റെ വ്യാസന സ്വാഗതം എന്നാണ്. ഞാൻ ഈ ആനകളെയൊക്കെ അങ്ങനെ ആലോചിക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഗുരുവായൂരപ്പന്റെ ഇന്ദ്രസൻ, ഗുരുവായൂരപ്പന്റെ നന്ദൻ, വടക്കുന്നാഥന്റെ മറ്റേ ആന, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പന്റെ വ്യാസൻ. നമുക്കൊക്കെ എന്ത് അർഹതയുണ്ട്? എപ്പോഴാണ് ഭഗവാന്റെ ഭക്തൻ എന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾക്ക് എപ്പോഴാണ് സാധിക്കുക? മഹാത്മാക്കൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിരോധമുള്ള ഒരാൾ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ള ഒരാൾ, ആരെന്താണെങ്കിലും അയാൾ മുടിഞ്ഞു ഓട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ, അയാളെ തിരങ്ങി നിങ്ങൾ ഓടുന്ന, ഓടി ഓടി ഓടി
ക്ഷീണിച്ച് അവസാനം അയാളെ കണ്ടെത്തുന്ന സമയത്ത് അയാളെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അപ്പോഴെന്താ പറയാൻ പറ്റൂ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. കാരണം ആ മനുഷ്യരിലുള്ള ആരാണ് കാണാൻ സാധിക്കണം? ഗുരുവായൂരപ്പനാണ് കാണാൻ സാധിക്കണം. അപ്പൊ പറയാം എന്ത്, ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. അപ്പോഴേ ഈ ടൈറ്റിലൊക്കെ എടുത്തിട്ട് അണിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വി ആർ ട്രൈയിങ് ടു ബി, ആവാൻ ശ്രമിക്കുന്നു. ഒരു കുട്ടിയെ സഹസ്രാമത്തിന് കൊണ്ടേ എത്തിയിട്ട് നിങ്ങൾക്ക് പറയാം ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. അല്ലാണ്ട് പറയുന്ന കുട്ടിയെ ഒന്നും കൂടെ പുറപ്പിച്ചിട്ട് ഓ വിശ്വം വിഷ്ണു വശക്കാരോ. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത് പുതിയ കുട്ടികളെ സംഭാവന ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് അപകടം വെച്ചാൽ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് ഉദ്ധവന് പോലും ഈ ദ്വാരം ഉണ്ടാകുന്നതാണല്ലോ ഭഗവാൻ. അദ്ദേഹത്തിന് തോന്നിയതാണ് ഞാൻ ഗുരുവായൂരപ്പൻ എന്തോ വലിയ മാനേജറാണ്, പി എ ആണ് എന്നൊക്കെ തോന്നി. അങ്ങനെ തോന്നിയതൊന്നുമില്ല, അദ്ദേഹം സ്വയം ഭഗവാൻ തന്നെയാണ് കേട്ടോ. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ അന്തരീക്ഷമാണ്. ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് പോയതിനു ശേഷം ഒരിക്കൽ പോലും വൃന്ദാവനയിലേക്ക് പോയിട്ടില്ല. ഏട്ടൻ പലവണ്ണം പോയിട്ടുണ്ട് ബലാന സ്വാമി, ഒന്നോ രണ്ടാമത് പോയതായിട്ട് ഭാഗവതത്തിൽ പറയുന്നത്. പക്ഷെ ഭഗവാൻ പോയിട്ടില്ല. അപ്പോഴാണ് ഭഗവാൻ തോന്നിയത് ഒരു ദിവസം അച്ഛനമ്മമാരുടെയും ഗോപികമാരുടെയും ഒക്കെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് ഒരാളെ അങ്ങോട്ട് അയക്കണം. അപ്പൊ ഉദ്ധവനെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം വിളിച്ചു, ഇങ്ങോട്ട് ഒരു ഉദ്ധവ, എനിക്കൊരു കാര്യമൊക്കെ അങ്ങയെ കൊണ്ട് സാധിക്കാനുണ്ട്. അതൊന്ന് എൻ്റെ ഹോം ടൗൺ വരെ പോകണം. അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കണ്ട് നമസ്കരിക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, ഗോപികമാരുണ്ട്, അവരുടെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് വരണമെന്ന് പറഞ്ഞപ്പോ ഈ അച്ഛനും അമ്മയും കാണുന്നതിലൊന്നും ഉദ്ധവന് വലിയ പ്രയാസം തോന്നിയില്ല. ഈ ഗോപികമാരെ കണ്ടിട്ട് അവരുടെ സുഖവിവരം അന്വേഷിച്ച് പറഞ്ഞപ്പോ എവിടെയോ ഒന്ന് കൊണ്ടുവന്നാണ്. ഈ രാവിലെ എണീറ്റാൽ പൈനയും കുളിപ്പിക്കുകയും ചാണകം പാകുകയും പൈനയും കറക്കുകയും വെണ്ണ ഉണ്ടാക്കുകയും നടക്കണ പെണ്ണുങ്ങള് അവർക്കാണെങ്കിൽ സ്കൂളിലും പോയിട്ടില്ല, ഒറ്റ ഒന്നെണ്ണം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇമാതിരി സാധനങ്ങളിലേക്ക് പോയിട്ട് ഈ സുഖവിവരം അന്വേഷിക്കാൻ മാത്രം ഞാൻ ചെറുതാണോ ഭഗവാനെ? ഞാനൊക്കെ പോയിട്ട് ഒരാളോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ സ്റ്റാൻഡേർഡ് വേണ്ടേ? എന്റെ നാട്ടിൽ പണ്ടൊരു രാഷ്ട്രീയക്കാരൻ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് SP താഴെ ഒരാളോട് സംസാരിക്കില്ല പോലീസിലെ. SI ആണ് SP മുകളിൽ ആരെങ്കിലും കൊണ്ടുവരും. അതുപോലെ ഇവരെ ആൾക്കാർ കാണാൻ താല്പര്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്നു പറയാം. ഇങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടികളെ പോയി കണ്ട് സംസാരിക്കാൻ എന്നെ ചെറുതാക്കാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം പോണത് ഈ മെന്റാലിറ്റി വെച്ചിട്ട്. ആരുടെ? എന്റെ ഗുരുവായൂരപ്പൻ. ആ സാധനമല്ലോ പാവം ഗോപികമാൻ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ ഭഗവാൻ പോയതിന്റെ അന്ന് തൊട്ടിട്ട് എല്ലാ ദിവസവും വൃന്ദാവനത്തിന്റെ അന്നത്തേക്ക് ഭഗവാൻ ഇന്ന് വരുമ്പോൾ എഴുതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവള് ഇത്രയും ദിവസം ഒരു ഈച്ച പോലെ അവൾ പറഞ്ഞില്ല. ആദ്യമായിട്ട് കുതിരയുടെ വളപ്പടി കിട്ടുന്നു. ചെറിയൊരു പ്രതീക്ഷ വന്നു. കുറച്ചുകൂടെ വന്നപ്പോൾ രഥം വരുന്നു, അതിനകത്തൊരാൾ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ പ്രതീക്ഷ വന്നു. കുറച്ചുകൂടെ അടുത്തേക്ക് വന്നപ്പോ രഥത്തിന്റെ മുകളിലുള്ള കൊടിക്കൂട കണ്ടു. ആരുടെ വണ്ടി അങ്ങനെയല്ല നോക്കുക. ആ വരേണ്ടത് ബെൻസാണ്, മറ്റേ മുതലാളുടെയാണ്. ആ വരേണ്ടത് സ്വിഫ്റ്റ് ആണ്, ഇന്നയാളുടെയാണ്, അങ്ങനെയല്ലേ. കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോൾ ഭഗവാന്റെ കൊടിക്കൂട ഗരുഡനെ കണ്ടു. ഭഗവാന്റെ വണ്ടിയാണ്. ഉറപ്പിച്ചു അതിനുള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. കുറച്ചുകൂടെ അടുത്തേക്ക് വന്നപ്പോ അകത്തിരിക്കുന്ന ആളതാ കറുത്തിരിക്കണു, അയാള് പീതാംബരം അണിഞ്ഞിരിക്കണു, അയാള് വനമാല അണിഞ്ഞിരിക്കണു, അയാള് ഗോപിക്കുരു തൊട്ടിരിക്കണു. ഇനി ഭഗവാന്റെ അലങ്കാരം ഒന്നും തന്നെ ബാക്കിയില്ല. മയിൽപ്പീലി മാത്രം വെച്ചിട്ടില്ല. പാവം നമ്മളെ കാണുന്ന ഓടി വന്നപ്പോ അത് എടുക്കാൻ മറന്നു പോയതാവും. ഇവിടെ ഇഷ്ടം പോലെ എത്ര അടിച്ച കൊടുക്കാം. ഈ മയിൽപ്പീലി കൊണ്ട് കിരീടം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള മയിൽപ്പീലി ഇവിടെ ഉണ്ട്, ഒന്ന് വന്നു കിട്ടിയല്ലോ എന്നാണ് ഗോപിമാര് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഭഗവാന്റെ തലേ ദിവസം ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന പീതാംബരവും വനമാല എടുത്ത് ഉപയോഗിക്കാൻ അധികാരമായിരുന്നു ഉദ്ധവൻ. ഭഗവാൻ വേറെ ആയിട്ട് കണ്ടിട്ടില്ല ഉദ്ധവൻ. ഒരുമിച്ചിരുന്ന വർഷം കഴിഞ്ഞ് ഒരുമിച്ച് ഓർമ്മയുള്ളൂ. അത്ര സൗഹൃദമായിരുന്നു. എങ്ങനെയാണ് സുധാമാവും ജയനും അതുപോലെ തന്നെയായിരുന്നു ഭഗവാൻ ഉദ്ധവൻ. പക്ഷെ അടുത്തേക്ക് വന്ന് ഉദ്ധവനാണ് മനസ്സിലാക്കിയ സമയത്ത് ഈ പ്രതീക്ഷയുടെ ഈ ഒരു ഭാരം, ആ ചീട്ട് കൊട്ടാരം പോലെ പ്രതീക്ഷയുടെ തലയാണ് ഗോപികമാരുടെ. ഇന്നും ആരും വരാനില്ല എന്ന് മനസ്സിലാക്കി ആ പാവങ്ങൾ തിരിച്ചു പോകാൻ നോക്കിയ സമയത്താണ് മൂപ്പര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അബദ്ധത്തിൽ ചോദിച്ചത് ഇവരോട്, എന്ത് ഈ വഴിയല്ലേ പോവാ നന്ദഗോപരുടെ വീട്ടിലേക്ക്? ചോദിച്ചത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാകുന്നു. അദ്ദേഹത്തെ മൈൻഡിയില്ല ഗോപികമാര്, നോക്കിയതില്ല. ആ സമയത്ത് ഗോപികമാരുടെ കാലിന്റെ അടിയിലേക്ക് ഒരു വണ്ട് പറന്നു വന്നു.
ബ്രഹ്മഗീതം എന്ന് പറയും ഭാഗവതം 10ാം സ്കന്ധത്തിലേക്കാണ്. അപ്പൊ ഈ വണ്ടിനെ നോക്കി പുറകിൽ നിൽക്കുന്ന ഉദ്ധവനെയും നോക്കിക്കൊണ്ട് ഗോപികമാര് സംസാരിക്കുന്ന ഒരു ഭാഗം ശിവഭാഗവതമാണ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ടീച്ചറോട് ചോദിക്കാണ് എന്താ വായിക്കണമെന്ന്. അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറ്റേ സാധനം പറയില്ല ഞാനാണ് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ, അത് അതോടുകൂടി തീർന്നോളൂ. ഈ വണ്ടിനെ നോക്കി ഗോപികമാര് വണ്ടിനെ ഒരു കൈ വണ്ടിനെ ചൂണ്ടി ഒരു കൈ ഉദ്ധവന്റെ നേരെ ചൂണ്ടിയിട്ട് ഗോപികമാര് പറയുന്നുണ്ട്, അല്ലയോ വണ്ടേ നിനക്കും, പിന്നെ അപ്പുറത്തെ കൈ ചൂണ്ടിയിട്ടുള്ളത് ഉദ്ധവനെയാണ്, നിന്റെ സ്വാമിക്കും ഒരേ സ്വഭാവം. ഓരോ പൂവിലേക്ക് വരും, ആ പൂവിൽ നിന്ന് ആവശ്യധികം തേൻ കുടിക്കും, ആ പൂവിനെ താഴൊലിക്കും, ആ പൂവിന്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങും. എന്നിട്ട് പുതിയ പൂവിനെ കിട്ടുമ്പോ ആ പൂവിലേക്ക് നീ പറഞ്ഞു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരുടെ, നീ പറന്നുപോയ പൂക്കളെ നീ മറന്നു കാണും, പക്ഷെ ആ ഒരു പൂവും നിന്നെ മറന്നില്ല എന്ന് നീ ഓർത്തോ, നിന്റെ സ്വാമി ഓർത്തോ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആർക്കാണ് സാധിക്കുക? എവിടെയാണ് ഗോപികമാരെ ഭഗവാൻ പ്ലേസ് ചെയ്യുന്നത്? അത് കുറച്ച് നേരം ഇവിടെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് സംസാരിക്കണം, അതുകൊണ്ട് അത് നിങ്ങൾ കേൾക്കണം. ഇത് മുഴുവൻ കേൾക്കുന്ന സമയത്ത് ഉദ്ധവൻ ചെയ്യുന്ന ഒരു പ്രക്രിയ കാണാൻ ഭാഗവത്തിൽ. എന്ത്? ഗോപികമാരുടെ കാലിന് ചുറ്റും കടന്നങ്ങോട്ട് ഉരുളും ഉദ്ധവൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ശ്ലോകമുണ്ട് ഭാഗവത്തിൽ, വന്ദേ നന്ദ വ്രതസ്ത്രീണാം പാദരേണു അപേക്ഷിച്ചെന്ന്. എന്ത്? ഞാൻ കരുതി ഞാനാണ് വലിയ ഭക്തൻ, ഞാനാണ് ഭഗവാന്റെ ഏറ്റവും അടുത്ത ആള്. അല്ലയോ ഗോപികമാരെ, നിങ്ങളുടെ പാദത്തിന്റെ അടിയിലെ ധൂളി കൊണ്ട് ഞാൻ പരിശുദ്ധനായിക്കോട്ടെ. ആരാ പറയണ? PhD ഉള്ള ആള് സ്കൂളിൽ പോവാത്ത പെൺകുട്ടികളുടെ കാലിന്റെ അടിയിലുള്ള കൂഴി കൊണ്ട് എന്നെ ശുദ്ധനാക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്ന ഭാഗവതം നിങ്ങൾ കാണും. കൃഷ്ണൻ പാമ്പിന് മുകളിൽ ആക്ട് വെച്ചു, കൃഷ്ണൻ ഗോപികമാരുടെ ഡ്രസ് എടുത്ത് കൊണ്ടുപോയി പറയുന്ന കഥകളത് മാത്രമുള്ള പുസ്തകമല്ല ഭാഗവതം. ഇങ്ങനെയും ചിലത് ഭാഗവതത്തിൽ ഉണ്ട് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കുട്ടിയും ചോദിക്കില്ല കൃഷ്ണൻ എന്തുകൊണ്ട് രാധയെ ഉപേക്ഷിച്ചു. നേരത്തെ ഈ തോന്നലുണ്ടല്ലോ, എന്റെ കൃഷ്ണൻ എന്നുള്ളത്. രാസക്രീഡ നടക്കുന്ന സമയത്ത് ഭഗവാൻ ഓരോ ഗോപികമാർക്കും ഓരോ ഗോപിക്കും ഭഗവാൻ ഓരോ കൃഷ്ണൻ എന്നുള്ള തോന്നലുണ്ടാക്കിയതാണ്. ഇപ്പൊ ഗോപിമാരെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ കൃഷ്ണൻ കളിക്കുന്നു, അപ്പുറത്തുള്ള ഗോപിമാരെ കൊത്തിക്കുന്ന കളിക്കുന്നു. എങ്ങനെയാണോ? അവരുടെ കൂടെ ആരുണ്ട്? ഓരോ കൃഷ്ണനുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ടോ? കാണില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ഞാനും എന്റെ കൃഷ്ണൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ആളുടെ കൂടെ ഒരു കൃഷ്ണൻ ഉണ്ട് എന്നുള്ളത് ഓർക്കാൻ നമ്മൾ മറന്നു പോകും. നമ്മൾ അഹങ്കരിക്കുന്നു, എന്റെ കൂടെ മാത്രമേ ആരുള്ളൂ? കൃഷ്ണനുള്ളൂ. ഇത് മാറും. ഗോപികമാരിൽ ഇങ്ങനെ തോന്നലുണ്ടായ സമയത്താണ് ഭഗവാൻ അന്തർധാനം ചെയ്യുന്നത്. കൃഷ്ണനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് അവർ പാടുന്ന ഒരു പാട്ടുണ്ട്, ഗോപികാ ഗീതം. ഗോപി ഗീതം എന്ന് വിളിക്കും 10ാം സ്കന്ധത്തിൽ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അത് പാടുമ്പോഴും ഒരു ദിവസം ഉണ്ടാകുക. ഈ വൈകുന്നേരത്തെ കല്യാണത്തിന് കാത്തിരിക്കുന്ന സമയത്ത് ഇതൊന്നും മറന്നു പോകാതിരിക്കുക. കല്യാണം മാത്രം മതി, എന്താ ആവാത്ത വേഗം കെട്ടിക്കുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് രുക്മിണീശ്വരൻ. ഗോപികമായ മനസ്സിലാക്കാതെ എത്ര രുക്മിണീശ്വരൻ ആഘോഷിച്ചിട്ടും ഈ പറഞ്ഞല്ലോ, യുദ്ധം പറഞ്ഞല്ലോ, ഈ ഭഗവാനെ കുറിച്ച് എന്തറിയാം ഗോപികമാർക്ക്? ഒരു സ്കൂളിൽ പോയിട്ടുണ്ടോ? അവർക്ക് വേദം അറിയൂ. ഈ ഗോപികമാര് പാടുന്ന പാട്ടിന്റെ ഒരു വരിയിൽ ഭഗവാനോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭഗവാൻ അന്തർധാനം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ പാടുന്ന പാട്ടാണ് ഗോപികാഗീതം. അതിൽ ഗോപികമാര് ചോദിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അന്തർധാനം ചെയ്തു പോയത് അങ്ങേക്ക് ധാരണയുണ്ടോ? ഞങ്ങൾക്ക് ഇതറിയില്ല എന്ന്. ഇത് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ അങ്ങ് പോയതെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്താണ് ഇത്? ഞങ്ങൾക്ക് ഈ കാര്യം അറിയാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഭഗവാനെ അങ്ങ് പോയതെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഞങ്ങൾക്ക് ആ കാര്യം അറിയാം. അങ്ങനെയാണോ? എന്താണ് ആ കാര്യം? ആ ശ്ലോകം ഏതാ ഭാഗവത്തില്? നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിന അന്തരാത്മദൃക്.
നമുക്കാണ് കൺഫ്യൂഷൻ. യശോദയുടെ കുട്ടിയാണോ ദേവകിയുടെ കുട്ടിയാണോ? അല്ലെ? ഗോപികുമാരെന്താ ഒന്നാമത്തെ വരി തന്നെ പറഞ്ഞത്, നഖലു ഗോപിക നന്ദനോ ഭവാൻ. ഭഗവാനെ ഞങ്ങൾക്ക് അറിയാം അങ്ങ് ആരുടെ കുട്ടിയല്ല, അങ്ങ് യശോദയുടെ കുട്ടിയല്ല. ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ ദേവകിയുടെ ആണോ? ദേവകിയുടെയും കുട്ടിയല്ല. അതാണ് ഒന്നാമത്തെ വരി. നഖലു ഗോപിക നന്ദനോ ഭവാൻ. അങ്ങ് ഗോപികയുടെ മകനല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. ആർക്കറിയാമല്ലോ വൃന്ദാവനത്തിൽ വേറെ? ആർക്കറിയാമായിരുന്നു ഭഗവാൻ യശോദയുടെ കുട്ടിയല്ല ദേവകിയുടെ കുട്ടിയല്ല എന്ന് ആർക്കറിയാമായിരുന്നു? അടുത്ത വരി എന്താന്ന് ഓർത്തു നിങ്ങളും. വൃശ്ചികമാസം സ്വാമി 18 പടി കയറി വരുന്ന ആളുകളോട് പറയുന്ന അതേ കാര്യം പാവപ്പെട്ട ഗോപികമാർ പറയുന്നു. അഖില ദേഹിനാം അന്തരാത്മദൃക്. ഈ കാണാവുന്ന ചരാചരങ്ങളുടെ മുഴുവൻ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവാണ് ഭഗവാനെ അങ്ങ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന കോൺഫിഡൻസ് ആണ് ഗോപികമാരുള്ളത്. കൃഷ്ണ അങ്ങ് ഒരു യശോദയുടെ മകനല്ല, മറിച്ച് ആരാണ്? ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അന്തരാത്മാവാണ് അങ്ങ് എന്ന് ഞങ്ങൾക്ക് അറിയുന്നു. ഒരു കാമുകയോട് പറയുന്ന ഡയലോഗാണത്. ആണോ? ഒരു കാമുകയാണോ അങ്ങനെ സംസാരിക്കുക? അങ്ങ് ലോകത്തിന്റെ മുഴുവൻ ആത്മാവല്ലേ? കാമുകി പറയുന്നതാണോ? എന്റെ ചക്കരയല്ലേ എന്റെ തേനല്ലേ എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാം. അങ്ങ് പ്രപഞ്ചത്തിനെ മുഴുവൻ ആത്മാവല്ലേ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് കോൾ ഹർ ഗോപിക, കോൾ ഹർ എ യോഗി. അവരാണ് യഥാർത്ഥമുള്ള താപസികൾ, സന്യാസിമാര്. അവരത് എങ്ങനെ മനസ്സിലാക്കിയത്? കാഷായ എടുത്ത് തലയിലൊക്കെ റിബൺ കെട്ടിയിട്ട് അങ്ങനെയാണോ? അല്ലല്ലോ. ഭർത്താവ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, പൈക്കളെ നോക്കണ പരിപാടി ഉണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ ഇടയിൽ അവർക്ക് മനസ്സിലായി ഗുരുവായൂരൻ ആരാണ്. നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ശ്രീമദ്ഭാഗവതം. ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചില സാധനങ്ങളുടെ ട്രെയിലറാണ് ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണാൻ പോലെയാണ്. അപ്പൊ ഈ സീൻ എന്താ വരാത്തതെന്നൊരു ധാരണ ഉണ്ടാവുമല്ലോ. അതിനു വേണ്ടി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഓരോ ഭാഗത്തും നിർബന്ധമായിട്ട് ഞാൻ പറയുമ്പോൾ വിശ്വാസനാമത്തിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലങ്ങളിലും ഇവിടെ ഗുരുവായൂർ സമ്പ്രദായത്തിലാണ് സപ്താഹം നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കണം. വൈകുന്നേരമാണ് പ്രഹ്ലാദചരിതം പറയുക, സന്ധ്യയ്ക്ക് നരസിംഹാവതാരം. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ആരാണ് പ്രഹ്ലാദൻ, ആരാണ് നരസിംഹം വന്ന് കേൾക്കാൻ പറയണം. നവദഹ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പറയണം. നമുക്കാണ് ഈ ഗുരുവായൂർ അസുരന്മാരുടെ ശത്രുവാണെന്നുള്ള തോന്നലൊക്കെ. ഭഗവാൻ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അസുരന്മാരും നിരവധിയായിട്ടുള്ള ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രതാസന്റെ കഥ നിങ്ങൾക്ക് കേൾക്കാം. പ്രതാസനല്ല, പ്രതാസൻ ഇന്ദ്രൻ വജ്രായുധമാകുന്ന കഥയും പ്രത്രാസന്റെ സ്തുതി ഒക്കെ. ഇവിടെയൊക്കെ ഭഗവാൻ ഈ ഭേദഭാവമൊന്നുമില്ല. അസുരൻ വേറെ അല്ലെങ്കിൽ ദേവൻ വേറെ, ഇങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും ഭഗവാൻ ഒരുപോലെ കണ്ടിട്ടുള്ളൂ. ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതിയും ഭഗവാൻ എല്ലാ കാലത്തും മുറുകെ പിടിച്ചിട്ടില്ല. ഭഗവാൻ ഒരു റെവല്യൂഷനിസ്റ്റ് ആയിരുന്നു. ഭഗവാനാണ് ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു ഞാൻ പറയാം. എല്ലായിടത്തും പരമ്പരാഗതമായിട്ട് നടന്നു വരുന്ന ചില ശീലങ്ങളെ ഭഗവാൻ എതിർത്തതുപോലെ വേറെ ആരാണ് എതിർത്തിട്ടുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്ലീസ് ലിസൺ ടു യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടികൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഞാനിപ്പോ ഇന്നലെ പറഞ്ഞു, എല്ലാ കുട്ടികളോടും നമ്മൾ ഇങ്ങനെ വേദിയിലൊക്കെ ഇരുന്ന്, ഇപ്പൊ ഞാനൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ കാലമായിട്ടുള്ളൂ. 1 വർഷമൊക്കെ ഞാൻ പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ട്. പണ്ട് മുതലേ ഇങ്ങനെ കുട്ടികളോട് പറയുന്നതാണ്, വിളക്ക് കത്തിച്ച് നാമം ചൊല്ലു, വിളക്ക് കത്തിച്ച് നാമം ചൊല്ലു, വിളക്ക് കത്തിച്ച് നാമം ചൊല്ലു. നിങ്ങളിൽ പലരും 10, 20, 30 തവണ പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടികൾ ഇന്ന് വിളക്ക് കത്തിക്കാതെ ആണെങ്കിലും ഫോണിലേക്ക് നോക്കി മനോഹരി രാധേ രാധേ എന്ന് പാടുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റമാണെന്ന് തിരിച്ചറിയുകയും അത് ഭഗവാന്റെ തന്നെ നിശ്ചയമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയാണോ വചന പാടുക എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവാതിരിക്കുക. പൂന്താനം പറയുന്നുണ്ട്, ഒരു തവണയെങ്കിലും ദിവസത്തിൽ അറിയാതെയെങ്കിലും സ്വപ്നത്തിലെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയാന്നുള്ള രീതിയിലാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഭഗവാന്റെ നാമം ഒരു ദിവസം ഒരു തവണയെങ്കിലും പറയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാ പൂന്താനം പ്രാർത്ഥിച്ചത്. എന്നിട്ട് നമുക്ക് പ്രശ്നം കുട്ടികൾ നാമം ചൊല്ലുമ്പോ അങ്ങനെ മാറ്റം ഉണ്ടായില്ലേ? ഈ നാട്ടിലുള്ള സകലമാന ഉത്സവങ്ങളിലും എല്ലാ കാലത്തും അടിച്ചുപൊളി പാട്ട് മാത്രം നടന്നിരുന്ന സ്ഥലത്ത്, അത് മാത്രം കേൾക്കാൻ തിരക്കുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് നാമം ചൊല്ലാൻ ആൾക്കാർ തിരക്ക് കൂട്ടി വരുന്നു. മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റത്തെ നന്നായിട്ട് നോക്കിക്കാണ്, പോസിറ്റീവായിട്ട് നോക്കിക്കാണ്.
അതിപ്പോ സിനിമാ പാട്ടാണെങ്കിൽ സിനിമാ പാട്ട്. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്നുള്ളത് സിനിമാ പാട്ടാട്ടോ, നമ്മുടെ ഭക്തിഗാനം മാത്രമൊന്നുമില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ജന്മത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. അത് ഏത് വികാരത്തിലൂടെ ആവാം. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും. കംസൻ അങ്ങനെ കണക്ട് ആയിട്ടുള്ള ആളാണ് അല്ലേ? ഇപ്പൊ ഇവിടെ ഭഗവതി ഉള്ള സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭഗവതി ഉള്ള അമ്പലത്തിൽ പോയിട്ട് സപ്താഹത്തിന്റെ കഥ പറയാം. കാരണം ഈ കൃഷ്ണന്റെ അവതാരത്തിന്റെ അനൗൺസ്മെന്റ് നടത്തുന്നത് ഭഗവതിയാണ്. കൃഷ്ണാവതാരം ലോകത്ത് ഉണ്ടായി എന്ന് ലോകത്തുള്ള ആൾക്കാരോടൊക്കെ വിളിച്ചു പറഞ്ഞതാരാ? ഭഗവതിയാണ്. നിങ്ങൾ കാണാത്ത ഒരു കണ്ണുകൂടെ നിങ്ങൾ നോക്കൂ. ഈ യശോദാമ്മയുടെ ഏറ്റവും വലിയ മഹത്വം എന്താ? യശോദാമ്മയുടെ ഏറ്റവും വലിയ മഹത്വം നമ്മളൊക്കെ പറയാ, എന്നെ തപം ചെയ്തനെ യശോദ. എന്തിന്? ബ്രഹ്മനും ഇന്ദ്രനും പോലും തപസ് ചെയ്ത് കിട്ടാത്ത ആ കൃഷ്ണൻ അമ്മേനെ വിളിച്ച് പുറകിൽ ഓടാൻ ഈ യശോദ എന്ത് തപസ് ചെയ്തു എന്ന് ചോദിക്കുക. പക്ഷെ നമ്മൾ കാണാതെ പോയി. എന്ത്? പരാശക്തിക്ക് ജന്മം കൊടുത്തവളാണ് യശോദ. ഒരു കുട്ടിയെ ജനിപ്പിച്ചിട്ടുണ്ടാ അമ്മ. ആ കുട്ടിയാണ് കംസന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയിട്ട് 8 കൈ കാണിച്ചിട്ട്, മൂഢനായ കംസ, പെണ്ണായതിന്റെ പേരിൽ നീ എന്നെ കൊല്ലാൻ നോക്കുന്നോ എന്നിപ്പോ പറയുന്നുണ്ടല്ലോ എല്ലാരും. അവൾക്കൊപ്പം ഇത് പണ്ടേ പറഞ്ഞ ആളാ ഭഗവതി. പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ നീ എന്നെ കൊല്ലാൻ നോക്കുന്നു മൂഢനായ കംസ, നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. ഇതാരാ പറഞ്ഞേ? ജഗദംബികയാണ്. ആ ജഗദംബികയുടെ അമ്മ ആരാ? ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഇനി എപ്പോഴെങ്കിലും ഓർക്കുക. തൃക്കാർത്തിക കഴിഞ്ഞു, ഭഗവതി പിറന്നാളായിരുന്നു. കാർത്തിക സഹോദരന്റെ നാള്, രോഹിണി സഹോദരന്റെ നാള് എടുത്താണ്. ആ ജഗദംബികയെ പ്രസവിച്ചിട്ടുള്ള ആളാണ് യശോദ. നിങ്ങൾ യശോദാമ്മ അങ്ങനെ കണ്ടു. ആ അമ്മയെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ഭഗവതിയെ എടുത്തുകൊണ്ട് ഭഗവാൻ അവിടെ കിടത്തിക്കൊണ്ട് വസുദേവർ വീണ്ടും മധുരയ്ക്ക് പോകുന്നത്. ഭഗവതിക്ക് ഒരു സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് ഭദ്രകാളിക്ക്. അമ്മ എവിടെയെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ അമ്മ അത് അറിയിക്കും ആളുകളെ, ഞാനിവിടെ ഉണ്ട്. ഭഗവാൻ എനിക്ക് വന്ന സമയത്ത് ഭഗവാൻ ആരെ അറിയിക്കാണ്ട് വന്നു പോണ ആളാണ് വിവേകം. ഭഗവാൻ വന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കായിരുന്നു, ആരും എടുക്കില്ല. ഭഗവാൻ വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. പക്ഷെ അമ്മ വന്ന സമയത്ത് അമ്മ ഈ വായ മൊത്തം തുറന്നുകൊണ്ട് കരഞ്ഞു. അട്ടഹാസം എന്ന് പറയും ദേവിയുടെ. ഇത് കേട്ടിട്ടാണ് കംസൻ വരുന്നത്. കംസൻ ഓടി വരുന്നതിന്റെ കിരീടമൊക്കെ തെറിച്ചു പോകുന്നുണ്ട്. അദ്ദേഹം ഓടി വന്ന് നോക്കും, പെൺകുട്ടിയാണ്. 6 കുട്ടികളെയും അധികം ഒന്നും വിഷമമില്ലാണ്ട് കൊടുത്ത ദേവകി ഈ കുട്ടിയെ മാത്രം പിടിച്ച് പുറകിലേക്ക് പിടിച്ചു. എല്ലാവരും ഒന്നാമത് പെണ്ണാണ്. രണ്ടാമതിന്റെ ഈ പുറകിലേക്ക് പിടിക്കാനുള്ള ഉദ്ദേശം എന്താ? സ്വന്തം കുട്ടിയല്ല. ഇത്രയും ദിവസം കൊടുത്തതൊക്കെ ആരുടെ കുട്ടി തന്നെയായിരുന്നു? നമ്മുടെ കുട്ടി തന്നെയായിരുന്നു. പോയ ആർക്കും പോയി? നമുക്കേ പോയുള്ളൂ. ഇത് ആരുടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇതിനെ മാത്രം കൊടുക്കുന്നതിന് തടഞ്ഞു, പിടിച്ച് പുറകിലേക്ക് വെച്ചു. പെണ്ണാണെന്ന് പറഞ്ഞു, അങ്ങേക്ക് പുത്രബന്ധമായിട്ട് വരേണ്ട കുട്ടിയാണെന്ന് പറഞ്ഞു, തടഞ്ഞു കംസനെ. എന്നിട്ട് നീതനായ കംസൻ പിടിച്ചു കൊണ്ടുപോയി. വലത്തെ കാലിന്റെ കാൽപാദത്തിൽ പിടിച്ച് മുകളിലേക്ക് കറക്കിയെന്നാണ്. അവിടെ നിന്നാണ് തെറിച്ചു പോകും. നിങ്ങൾ എത്ര പേര് ഈ തൃശ്ശൂർ അയ്യന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്? ഇപ്പോഴുണ്ടോ? അവിടെ ഒരു കാർത്യായനി ക്ഷേത്രമുണ്ട്. അതിനെങ്ങനെയാണ് പേര് വന്നതെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഭഗവതിയെ കംസൻ പിടിച്ചിങ്ങനെ കറക്കണ സമയത്ത് ദേവി കയ്യിൽ നിന്ന് കൊതറിയ സമയത്ത് തോളിലേക്ക് ചവിട്ടി പറയും. തോളിലേക്ക് ചവിട്ടിയിട്ട് മുകളിലേക്ക് അങ്ങോട്ട് കുടിച്ചു പോകിയെന്ന. അപ്പൊ ഈ തോളിലേക്ക് ചവിട്ടി കിട്ടിയപ്പോ കംസൻ അയ്യോ എന്റെ തോളേന്ന് പറഞ്ഞു. അതുകൊണ്ട് അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലപ്പേരായിട്ട് അത് മാറി എന്ന് പറയും. കാർത്യായനി ഈ കംസന് കാണിച്ചു കൊടുത്ത രൂപം ഉണ്ടല്ലോ, 8 കൈയിൽ 8 ദിവ്യായുധങ്ങളുമായിട്ട് ഈ സംസാരിച്ച ഭഗവതി, ആ അമ്മയാണ് അവിടെ സ്മരിക്കുന്നത്, കാർത്യായനി. ഭാഗവതം എന്ന് പറയുന്നത് കേവലം ഭഗവാന്റെ മാത്രം കഥയായിട്ട് കണക്കാൻ കരുതേ. ഭഗവതിക്ക് വലിയ പ്രാധാന്യമാണത്. ഭഗവത് നടക്കാൻ ഏത് ദേവീക്ഷേത്രം അത്യുത്തമമാണ്. കാരണം ഭഗവാനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇക്വലന്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഭഗവതി മാത്രമേ ഉള്ളൂ, ഈ ജഗദംബിക മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒട്ടൂരിന്റെ പാട്ടില് നിങ്ങൾ കാണാം, ഈ ഭഗവാനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് പകരം കൊടുക്കണം എന്നാ പറഞ്ഞേ? നീലക്കല്ല് അറിയാവുന്ന ആളുകളുണ്ടോ? കല്ലു വേണോ നീല നിറം പോലും നല്ല കല്ലു വേണോ, മല്ല വൈരി പേരൂരുന്ന കല്ലു വേണമോ.
ദേവഗീതം ജഡരമ മഠത്തിൽ നിന്നുദിച്ച ദേവകൾക്ക് മോദമേകും കല്ല് വേണമോ എന്നൊക്കെയാണ് പാട്ട്. അതിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ കൃഷ്ണനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് റിട്ടേൺ കൊടുക്കണം. ഓർമ്മയുണ്ടോ? ദുർഗാ ഭഗവതിയെ താൻ പകരമായി കൊടുക്കായെങ്കിൽ എന്നാണ് പാട്ടിൽ പറയുക. അപ്പോഴാണ് അത്രേ കൃഷ്ണൻ തിരിച്ചു കിട്ടുള്ളൂ. ഗോപികമാര് പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കൃഷ്ണനെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാം, പക്ഷെ നിങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് ആരെ തരണം? ദുർഗാ ഭഗവതിയെ തരണം. ഇക്വലന്റാണ് ഏട്ടനും അനിയത്തി. ആ ഭഗവതിയെ സ്മരിച്ചാൽ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കിട്ടൂട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭാഗവതം പറഞ്ഞു. കൃഷ്ണനെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് സ്മരിക്കേണ്ടത് ആരെയാണ്? ഭഗവതിയാണ്. ഗോപികമാര് ഭഗവാനെ കിട്ടാനായിട്ട് ഒരു വ്രതം എടുക്കുന്നതായിട്ട് ഭാഗവതത്തിൽ കേൾക്കാം. എന്താണ് അതിന്റെ പേര്? കാർത്യായനി വ്രതം. പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും അകത്തേക്ക് വരിക. ഇവിടെ ഈ യജ്ഞവേദിയിലേക്ക് വരുന്നതിന് മുമ്പ് അകത്തേക്ക് പോവുക, അവിടെ നിൽക്കുക, ഭഗവതിയെ നമസ്കരിക്കുക. ഈ ഒരു ശ്ലോകം ടീച്ചറോട് എഴുതരാൻ പറയാ ഭാഗവതത്തില്. ഗോപികമാരുടെ പ്രാർത്ഥന ഏത്? കാർത്യായനി മഹാമായ മഹായോഗിനീശ്വരി നന്ദഗോപസുതം ദേവി പതിന്മേ ഗുരവേദമാണ്. എന്താ പ്രാർത്ഥിച്ചത് ഗോപികമാര്? അല്ലയോ കാർത്യായനി ആയിട്ടുള്ള ഭഗവതി, നന്ദഗോപന്റെ മകൻ ഞങ്ങൾക്ക് പതിയായിട്ട് വരയണമെന്ന് പ്രാർത്ഥിച്ചു. ആര്? ഗോപികമാര്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഒരു ഗോപിമാർ കൃഷ്ണൻ കിട്ടിയോ? എപ്പോഴോ കിട്ടി. എങ്ങനെയാണോ ഗോപികമാർ കൃഷ്ണൻ കിട്ടിയത് അതുപോലെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കിട്ടാൻ നിങ്ങൾ ആരെ പ്രാർത്ഥിച്ചാൽ മതി? ഭഗവതി പ്രാർത്ഥിച്ചാൽ മതി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. 10ാമത്തെ സ്കന്ധത്തിൽ രുക്മിണി സ്വയംവര കഥ കേൾക്കാം. രുക്മിണി എന്ന് പറയുന്ന ഏട്ടൻ രുക്മിണി എന്ന് പറയുന്ന കുട്ടിയോട് വന്ന് പറയാണ്, മോളെ നാളെ നിന്റെ കല്യാണമാണ്. സേവ് ദ ഡേറ്റും ഇല്ല, പ്രീ വെഡിങ് ഷൂട്ടും ഇല്ല, ഒന്നുമില്ല. നാളെ താലി കെട്ടുക, റെഡിയായിരുന്നു. പാവം ഇത് കുഞ്ഞു കുട്ടിയാവുമ്പോൾ തൊട്ട് ഒരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കരയാൻ തുടങ്ങി. എന്താ ആലോചിച്ചിട്ടാ കരഞ്ഞത്? നാളെ എന്റെ കല്യാണം ആണെന്ന് വെച്ചിട്ട് ആലോചിച്ചിട്ടല്ല കരഞ്ഞത്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, മൂപ്പർക്ക് അറിയില്ലല്ലോ. ഭഗവാന്റെ റീൽസ് കണ്ടിട്ടും ഭഗവാൻ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടിട്ടും അല്ല രുക്മിണിക്ക് ഭഗവാൻ ഇഷ്ടമായിരുന്നു. ഭഗവാനെ കുറിച്ച് കേട്ടിട്ടാണ്. ഓർത്തു ശ്രവണം. പറയുന്നുണ്ടല്ലോ അവസാനപ്പെട്ട ഭാഗവത ശ്ലോകം, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ശ്രവണം. ശ്രവണത്തിലൂടെ ഭഗവാനെ കിട്ടിയ ആളാരാ? രുക്മിണി. കണ്ടിട്ടില്ല, ആകെ എന്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ? കേൾക്കുക. വിദർഭയിലെ ഭീഷ്മകന്റെ മടിയിലിരുന്ന് ആ മഹാത്മാക്കളിൽ നിന്ന് കേട്ടു ഭഗവാനെ കുറിച്ച്, പ്രധാനമായിട്ട് നാരദ മഹർഷിയിൽ നിന്ന്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് ചീത്ത പറയൂ. ഈ നാട്ടിലൊക്കെ, ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒന്നും അത്ര ഞാൻ പറയണില്ല, ഈ കോങ്ങാട് ഭാഗത്തൊക്കെ ഈ ഏഷണി നടത്തുന്ന ആൾക്കാരെ എന്താ വിളിക്കുക? ഈ വീട്ടിൽ പോയിട്ട് കലഹം ഉണ്ടാക്കുന്ന ആൾക്കാരെ എന്താ വിളിക്കുക? നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് ഭഗവാനെ ഭജിക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ആരാ? സൗണ്ട് പോരാ? നാരദ മഹർഷി. പ്രഹ്ലാദന്റെ ഉള്ളിലേക്ക് ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രം കൊണ്ടേ കൊടുത്ത ആരാ? നാരദ മഹർഷി. രുക്മിണിക്ക് കൃഷ്ണനെ കിട്ടാൻ കാരണമായിട്ടുള്ളത് ആരാ? നാരദ മഹർഷി. ഭാഗവതം ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് ആരാ? വ്യാസനോട് പറഞ്ഞത് ആരാ? നാരദ മഹർഷി. എന്നിട്ടും നിങ്ങൾ ഏഷണിക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് നാരദന് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര സഹസ്രനാമം വായിച്ചിട്ടും എത്ര നാരായണീയം വായിച്ചിട്ടും എത്ര ഭാഗവതം കേട്ടിട്ടുമാണ് കാര്യം? എന്താണ് കാര്യം? സ്വയം ചിന്തിക്കുക, സ്വയം വിലയിരുത്തുക. നമ്മളാണോ നമ്മുടെ ധർമ്മത്തെ കുറച്ച് കാണിക്കുന്നത്? ഭഗവാൻ നമ്മളോടാണ് പറഞ്ഞത്, ഉദ്ധരേതാത്മനാത്മാനം, നിങ്ങൾ തന്നെ നിങ്ങളെ ഉയർത്തൂ, അതിലൂടെ ഈ ധർമ്മത്തെ ഉയർത്തൂ. ഭാഗവതം പഠിക്കുന്ന സമയത്തും ഭാഗവതം കേൾക്കുന്ന സമയത്തും ഒരു കയ്യിൽ ഗീതയുള്ളത് വളരെ നല്ലതാണ്. ഇതൊന്നും കഥ മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. ഭഗവാന്റെ പാഠമാണ്. നോക്കൂ, 12 അധ്യായം പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം ഉണ്ടെങ്കിൽ 12 അധ്യായങ്ങളെ ഭഗവാന്റെ രൂപമായിട്ട് അവയവങ്ങളായിട്ട് വർണ്ണിക്കാനുണ്ട്. 1-2 അധ്യായം ഭഗവാന്റെ പാദം, ഭഗവാന്റെ മുഖമാണത്രേ 10ാമത്തെ അധ്യായം ദശമസ്കന്ധം. ഭഗവാന്റെ കണ്ഠമായിട്ടാണ് 7ാമത്തെ അധ്യായത്തെ കാണുന്നത്.
ഓരോന്നും സ്ഥാനമുണ്ട്. അതിൽ 11ാമത്തെ അധ്യായം ഏകാദശം ഭാഗവതത്തിന്റെ എസൻസ് ഇരിക്കുന്നതിനെ ഭഗവാന്റെ തലയായിട്ട് ശിരസായിട്ട് സങ്കല്പിക്കുക. ഏറ്റവും പ്രശസ്തനും സഹോദരതുല്യനായിട്ടുള്ള മാളിക ഹരിയേട്ടൻ അദ്ദേഹം പറയും, ഒരു സദ്യ വിളമ്പണ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സദ്യയിലെ രാജാവ് എന്ന് പറഞ്ഞാരാ? പായസം. ഒരു സദ്യ വിളമ്പി അതില് ശർക്കരപ്പേരി ഉണ്ട്, കായവർത്തനുണ്ട്, പഴമുണ്ട്, പുളിയിഞ്ചി ഉണ്ട്, അവിയലുണ്ട്, കിച്ചടി ഉണ്ട്, പപ്പടം ഉണ്ട്, നെയ്പരിപ്പുണ്ട്, പായസം ഉണ്ട്. പക്ഷെ എന്തില്ല? വിവരമുള്ള ആൾക്കാർ പറയും ചോറാണ് സദ്യയിലെ ഹീറോ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയെല്ലാം എടുത്തിട്ട് ചോറ്. ഏകാദശം നമുക്ക് താല്പര്യമില്ല. ഇത് ഇതിന്റെ കൂടെ കഴിക്കാനാണ് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞത്. കുചേലവൃത്തവും രാജസൂയവും വരെ പറഞ്ഞത് ഏകാദശം പറഞ്ഞത് മനസ്സിലാവാനാണ്. നമുക്ക് അതോടുകൂടി നമ്മുടെ സപ്താഹം കഴിഞ്ഞു. പായസം കുടിച്ചിട്ട് എണീറ്റ് പോയാൽ നമുക്ക് നഷ്ടം. ചോറ് വരുന്നേ ഉള്ളൂ. എങ്ങനെ ചോറ് ഉണ്ണാം എന്ന് 5 ദിവസം പഠിപ്പിച്ചിട്ട് ചോറ് വിളപ്പിക്കുക ചെയ്യുന്നത്. നമ്മൾ പഠിത്തം കഴിഞ്ഞോടുകൂടി ഇവിടുന്ന് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഏകാദശ സ്കന്ധത്തിന്റെ പ്രാധാന്യം, ശ്രുതിഗീതയുടെ പ്രാധാന്യം, ഉദ്ധവോപദേശത്തിന്റെ പ്രാധാന്യം, ഈ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്ന ഭാഗം, ഇതൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭാഗവതം കേട്ടു എന്നെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഭഗവതിയുടെ കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ രുക്മിണിയെ ഭഗവാനിലേക്ക് അടുപ്പിച്ചത് ആരാണ്? നാരദ മഹർഷി ഒരു ഭാഗത്ത് പിറ്റേ ദിവസം കല്യാണമാണ് എന്ന് പറഞ്ഞ ആ കുട്ടി, എന്റെ കല്യാണത്തിന് മുമ്പായി ഭഗവാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടോ എന്ന് പോയി പ്രാർത്ഥിച്ചത് ആരോടാണ്? ഭഗവതിയോടാണ്. നമസ്തേ സ്വാമികയെ ഭീഷ്മം കൊണ്ട് സ്വന്തം ശ്ലോകം ഭാഗവത്തിൽ എടുത്തോളണം. ആ ഭഗവതിയുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത്രേ ഒരു ബ്രാഹ്മണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതും കൊണ്ടുപോയത്. ഇവിടെയൊക്കെ നിങ്ങൾ ഈ രുക്മിണി സ്വയംവരം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിര പതിവുണ്ടോ? ഉണ്ടോ? അതിൽ ചൊല്ലുന്നൊരു പാട്ടുണ്ട്, ഈ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളമേകട്ടെ രണ്ടുപേർക്കും. പാടാനല്ലേ? ഉണ്ട്. അതിലൊരു വരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലൊരു ഭാഗത്ത് പറയും, നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തി അയച്ചതല്ലേ എന്നാണ്. രുക്മിണിക്ക് കൃഷ്ണനെ കൊണ്ടേ കൊടുത്ത ഭഗവതിയാണ്. ഇതിനേക്കാൾ വലിയ എവിഡൻസ് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമുക്ക് ഒരേ സമയം ഭാഗവതം കൊണ്ട് ഇവിടെ അമ്മയും ഗുരുവായൂരപ്പനെയും ഒരുമിച്ച് അർച്ചിക്കാനുള്ള ഭാഗ്യം വേറെ ആർക്ക് കിട്ടും? നിങ്ങളെ പറയും. ഇത്രയും സൗഭാഗ്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മറക്കാതിരിക്കുക. ഞാനിവിടെ കഴിഞ്ഞുള്ള കോമാട് എപ്പോഴും പറഞ്ഞു, കുട്ടികളുടെ മാനസികാവസ്ഥ മാറ്റാൻ ശ്രമിക്കും. ഞാൻ ഈ സ്വർഗാരോപണ കഥ പറഞ്ഞ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പരിചയം കിട്ടുന്നില്ല. അവസാനം പറഞ്ഞ സമയത്ത് പറഞ്ഞത്, അങ്ങനെ ഭഗവാൻ കാട്ടിലെത്തി ഭഗവാന്റെ കാല് താഴത്തേക്ക് നോക്കിയിട്ട് ധ്യാനിക്കുന്ന സമയത്ത് ഒരു കാട്ടാളം വന്ന് അമ്പ ചെയ്ത് ഭഗവാനെ സ്വധാമത്തിലേക്ക് പോകാൻ കാരണക്കാരനായി. അങ്ങനെ വേടന്റെ അമ്പ് കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ 2 കുട്ടികൾ, അവിടെ കുട്ടികൾക്ക് കോപമൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗവതം കേൾക്കാൻ. പക്ഷെ അവരെഴുതിയത് പറഞ്ഞത്, ഞങ്ങളുടെ വേടനെ കുറിച്ച് വേണ്ടാത്തത് പറയരുത്. വെറുതെ ആവശ്യമില്ലാത്തത് പറയാം. മൂപ്പര് ഇപ്പൊ മൂപ്പര് അമ്പ് ചെയ്തു കൃഷ്ണനെ കൊണ്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. അതുകൊണ്ട് ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ നമ്മുടെ ധർമ്മത്തിൽ ഉണ്ടാവട്ടെ. പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ, ഗോപികമാരെ പോലെ, സുധാമാവനെ പോലെ, ഉദ്ധവനെ പോലെ, സ്വയം ഭഗവാനെ പോലെ ഉണ്ടാവട്ടെ. അവരെ അതിന് പ്രാപ്തരാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ ഓരോരുത്തരിലും ഗുരുവായൂരപ്പൻ നിറച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നാളെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു അമ്മ ഗുരുവായൂർ ചെന്ന് ഗുരുവായൂരപ്പനോട് എന്റെ കുട്ടിക്ക് ഈ അവസ്ഥ വരുത്തിയല്ലോ കൃഷ്ണ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ ഭാഗവതം പറഞ്ഞത് നിങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃഷ്ണ എന്ന് തല ഉയർത്തി പറയാനും നമുക്ക് പറ്റും, ഇങ്ങനെ നിൽക്കാനും നമുക്ക് പറ്റും. ഏത് വേണം എന്നുള്ളത് നമ്മുടെ തിരഞ്ഞെടുക്കണം. ഇന്ന് എല്ലാ മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സന്തോഷം കിട്ടുക? ആണ് താല്പര്യം. എവിടെയെങ്കിലും സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത്, എന്നുവെച്ചാൽ ഇതിലും കുട്ടിയായിരിക്കുന്ന സമയത്ത്, അപ്പോ രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ വീട്ടില് ഏഷ്യാനെറ്റില് സ്വാമി ഉദിച്ചേരന്യാജിയുടെ
പ്രഭാഷണം ഉണ്ടാവും രാവിലെ, ഭാഗവതാമൃതം. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിന്റെ അനുഗ്രഹം കൊണ്ട് സ്വാമിയുടെ അടുത്തിരുന്ന് പ്രഭാഷണം നടത്താനുള്ള ഒരു ഭാഗ്യം തിരുവനന്തപുരത്ത് വെച്ചുണ്ടായി. അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യാസൻ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തിന് വേണ്ടിയിട്ട്, സമാധാനത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം ചൈനയിൽ പോയ സമയത്ത് അദ്ദേഹം അവിടെ കണ്ടത് ഹഗ്ഗിങ് സെന്റേഴ്സ് എന്നാണ്. കെട്ടിപ്പിടിച്ച് നിങ്ങളെ അവർ ആശ്വസിപ്പിക്കും, പൈസ കൊടുത്താൽ മതി. ഒരു കെട്ടിപ്പിടുത്തത്തിന് എത്ര? 5 ചൈനീസ് റിയാൽ, നാട്ടിൽ 250 രൂപയൊക്കെയാണ്. നിങ്ങളെ വിഷമം കേൾക്കും, നിങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും. ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? 5 ചൈനീസ് യുവാൻ കൊടുക്കണം. പൈസ കൊടുത്ത് എന്തുണ്ടാക്കാൻ ശ്രമിക്കാം? ആശ്വാസം, ആനന്ദം, സമാധാനം. അയ്യോ വ്യാസൻ, ഇതൊക്കെ ചൈനയിലല്ലേ നടക്കുള്ളൂ, നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറയണ്ട. ഇവിടെ ഉണ്ട് പൈസ കൊടുത്ത് ആനന്ദം ഉണ്ടാക്കുന്ന ഏർപ്പാട്. പൈസ കൊടുത്ത് ആനന്ദം ക്യൂ നിന്ന് വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. പൈസ കൊടുത്ത് ആനന്ദം കുത്തിവെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ആനന്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ. പരമമായിട്ടുള്ള ആനന്ദം ഭഗവാനിലുണ്ട്, ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ട് എന്ന് മനസ്സിലാക്കാൻ വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൊങ്ങാടെന്ന് ജനിച്ചു വളർന്ന ഒരു കുട്ടി ഇതൊന്നും കുത്തിവെച്ചും കുടിച്ചും അല്ല ആനന്ദം ഉണ്ടാക്കേണ്ടത്. ആരാണ് മഞ്ചേരിക്കാവിലമ്മ, ആരാണ് തിരുവാന്താകുന്നതിലമ്മ, ആരാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ അറിയുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് അവർക്ക് ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടി ആചാര്യകളായിട്ട് മാറാൻ നിങ്ങളെ ഗുരുവായൂരപ്പൻ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൗഭാഗ്യം ഒന്നും ആലോചിച്ചില്ല. നിങ്ങളൊക്കെ എന്താ പറയുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഭഗവാൻ ലിസ്റ്റിൽ. റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഇത്ര ആൾക്കാർക്ക് ജോലി, ഇത്ര ആൾക്കാരില്ലാന്ന് പറയില്ല. ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ ഭഗവാന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാ. ഒരു പേര് കൂടുതലാണ്. എന്തിനാ? ഞാൻ ആരാണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ആരാണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ഗുരുസ്വാമി എന്ന് വിളിക്കുക സ്വാമിയുടെ സമുദായത്തിൽ. അല്ലെ, അയ്യപ്പൻ ആരാണ് എന്ന് സാധാരണ അയ്യപ്പ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഗുരുസ്വാമി. അതുപോലെ ഭാഗവതത്തിന്റെ ഗുരുസ്വാമിമാരായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ഭാഗവത ഏറ്റപ്പെടുന്ന നടക്കുമ്പോ ഇവിടെ ഗുരുത്തോല കെട്ടാനിപ്പോ എനിക്കറിയില്ല, ഈ വാഴയൊക്കെ വെച്ചത് ഇവിടുത്തെ പ്രായമായ അമ്മമാരാണോ? ആണോ? ഇതൊക്കെ ചുമന്നുകൊണ്ട് വെക്കേണ്ട ഗതികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ അലങ്കാരം പറഞ്ഞിട്ട് തൂക്കാനും ഒക്കെ നിങ്ങൾക്ക് തന്നെ പറ്റിയിട്ടുണ്ടല്ലോ അല്ലെ? അതിലൊക്കെ ഓടി നടക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10-30 എന്റെ കേസിലല്ല, ഒരു ചെറുപ്പം കുട്ടികൾ 10-12 വയസ്സായ കുട്ടികൾ വേണം ഇതിനൊക്കെ അമ്പലത്തിന് ഓടി നടക്കാൻ. പ്രസാദത്തിന്റെ വിളമ്പാൻ, ഭഗവാന്റെ വിളക്കുകൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് നോക്കാൻ, ഇവിടെ ദൈവവിളക്ക് കൃത്യമായിട്ട് വെത്തിട്ട് നോക്കാൻ, ഇതിലൊക്കെ കുട്ടികളെ ഓടി നടക്കേണ്ടത്. അവരാണ് ഭാവിയിലെ ഭഗവാന്റെ ധർമ്മ പ്രചാരകർ. അതൊരു നാട്ടിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഉണ്ടായി തീരും. ഭഗവാൻ കൊണ്ട് നിങ്ങൾക്കൊന്ന് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പൊ ഈ നാമം ചൊല്ലാനുള്ള വണ്ടിയൊക്കെ പോയില്ലേ കുറെയൊക്കെ, എനിക്കറിയണ്ടായിരുന്നു. ഞാനൊക്കെ എല്ലാവർക്കും പോയിട്ട് നിങ്ങൾ പൂന്താനം പറയുന്നത് കേൾക്കൂ, നാളെ കൈവിട്ട് കൈകൂപ്പി ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് പറയും. എന്നിട്ട് നമ്മൾ നാമം ചൊല്ലുമ്പോ രാധേ കൃഷ്ണ ഗോവിന്ദ ഭഗവാനായിട്ട് മാറ്റുന്നതല്ല ഈ സ്വഭാവം. പാലക്കാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറയാൻ എളുപ്പം, അതൊക്കെ പ്രസംഗിക്കാൻ വളരെ എളുപ്പം. എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് എന്നോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഉറക്കെ നാമം ചൊല്ലും, കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരൂ, ഭാഗവതം പഠിപ്പിക്കൂ എന്നൊക്കെ പറയാൻ എളുപ്പം, പ്രാവർത്തികാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭഗവാന്റെ നിശ്ചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാവർത്തികാക്കാൻ സാധിക്കും. ഇത് അത്രയധികം പവിത്രതയുള്ള മണ്ണാണ് ഈ കോങ്ങാട് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ജനിക്കാൻ സാധിക്കുന്നത് തന്നെ അത്യധികം ഭാഗ്യമുള്ള ആളുകൾക്ക് സാധിക്കുന്നു ഈ കോങ്ങാട്. ഞങ്ങൾ കഴിഞ്ഞ പറഞ്ഞതല്ല, എനിക്കറിയാം. ഞാൻ 4 വർഷം സഞ്ചരിച്ചിട്ടുള്ള പാതയാണിത്. ഞാൻ പഠിച്ചത് ഇവിടെ ഒറ്റപ്പാലത്ത് ലക്കിടി ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, അവിടെയാണ് ഞാൻ ബിടെക് പഠിച്ചത്. 4 വർഷം മണ്ണാർക്കാട് കോങ്ങാട് വഴി തന്നെ പത്രിപ്പാല വഴിയാണ് ഞാൻ എന്റെ കോളേജിൽ പോയത്. ഇവിടെ വലിയ കാലമല്ല വിളിക്കുക തിരുവനന്തപുരം അല്ലേ, സ്വയം തിരുവാന്താകുന്നതിലുള്ള ഒരു സ്ഥലം. ഇത്രയും ആധ്യാത്മിക തേജസ്സുള്ള സ്ഥലം നോക്കൂ. സ്വസ്തി ചിന്മയ അവർ മുംബൈയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവിടെ കോങ്ങാട് തിരുവാന്താകുന്നതിലമ്മയുടെ അടുത്തൊരു നാരായണീയ മേഘാഹം നടക്കുന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ മഹത്വം മനസ്സിലാക്കണം. ഇവിടെ വന്ന് ജനിക്കുന്ന മനുഷ്യരുടെ മഹത്വം മനസ്സിലാക്കണം.
ഗുരുവായൂരപ്പൻ എല്ലാ റിസോഴ്സും ഇവിടെ കൊണ്ട് നിറച്ചിട്ടുണ്ട്. അത് എടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇതാ ഇവിടെ വേദിയിൽ ശ്രീമദ് ഭാഗവതം നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഭാഗവതം കേൾക്കുമ്പോ ഭഗവാന്റെ കഥ കേൾക്കുമ്പോ കരയാം, തമാശകൾ കേൾക്കുമ്പോൾ ചിരിക്കാം, ഉപദേശം കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കാം. ആത്യന്തികമായി ഈ 7 ദിവസം കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം ഈ ഡയലോഗ് പറയാൻ ഏർപ്പാടുണ്ടാക്കരുത്. ഇത്രയും ദിവസം എന്ത് സുഖമായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ ഈ നേരത്തെ എന്ത് രസമായിരുന്നു, ഇന്നലെ ഈ നേരത്തെ കഥ കേൾക്കായിരുന്നല്ലോ. പഠിത്തം കഴിഞ്ഞു, അപ്പം തൊട്ട് ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ആ വിധം ഒരാളെങ്കിലും ഞാൻ ഭാഗവതത്തിന്റെ ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചുവട് വെച്ചാൽ ഭഗവാൻ 10 ചുവട് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കും. ഇവിടെ നേരത്തെ ആമുഖം പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചില സ്പോൺസർഷിപ്പ് ഒക്കെ ഭഗവതിനെ കൊണ്ടുവന്നു കാണാം അല്ലെ. നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. ഇവിടെ എത്ര പേര് ഭാഗവത പുസ്തകം കൊണ്ടെന്ന് അറിയാറുണ്ട്? എത്ര പേര് ഗുരുവായൂർ പുസ്തകം വാങ്ങി അറിയാറുണ്ട്? ഗുരുവായൂർ ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള 8 വോളിയം ഭാഗവതം വ്യാഖ്യാനമുള്ള പണ്ഡിറ്റ് പി ഗോപാലൻ നായർ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. നിങ്ങൾക്ക് ഭാഗവതം പഠിക്കുന്നുണ്ടായത്. അദ്ദേഹം പണ്ട് ഗുരുവായൂർ കൂത്തമ്പലത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഭാഗവതം നടത്തിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അന്നത്തെ ഭരണാധികാരികളായിട്ടുള്ള ആൾക്കാർ തീരുമാനിച്ചു ഇനി ഇദ്ദേഹം ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭാഗവതം നടത്തിപ്പിക്കേണ്ട, ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാർ മാത്രം കൂത്തമ്പലത്തിനകത്ത്, അദ്ദേഹത്തോട് പുറത്ത് നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ കാണും ഈ അയ്യപ്പന്റെ സൈഡിൽ ഇത്തിരി സ്ഥലമുണ്ട് അല്ലെ, കൂത്തമ്പലത്തിന് മുമ്പിൽ, അവിടെ ഇരുന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ഗുരുവായൂരിന്റെ നിശ്ചയം, കൂത്തമ്പലത്തിന്റെ ഉള്ളിൽ ഇരുന്ന് മാത്രം പറയാൻ പറ്റുന്നത് എനിക്കില്ല, ഞാൻ എവിടെ നിന്നാലും പറയുന്നു പറഞ്ഞു അദ്ദേഹം പുറത്തിരുന്ന് ഭാഗവതം പറയാൻ തുടങ്ങിയതാണ്. ഈ പുറത്താക്കിയ ആൾക്കാരെ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. കാരണം വഴി ബ്ലോക്കായി, ആൾക്കാർ കേൾക്കാനിരുന്നത്. ഇത്ര ദിവസം 10 ആളെ വന്നിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ കൂടി സ്ഥലങ്ങളൊന്നും 100-200 ആൾക്കാർ വഴികൊണ്ടിരിക്കുക. അത്ര ആനയിച്ച് കൊണ്ടേ അകത്തന്നെ തന്നിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ രസോട്ട് മതി ഭഗവാൻ നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ. കാരണം ഭഗവാൻ ഭാഗവത പ്രിയനാണ്. നിങ്ങൾ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിൽ, തിരുമാന്ധാനത്തിലേക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഭാഗവത സപ്താഹത്തിൽ വന്നാൽ മതി. ഭാഗവതം പുസ്തകമായിട്ട് ഭഗവാന്റെ അക്ഷരാവതാരമായിട്ട് കാണാതെയും കാണാം. ഈ കഴിഞ്ഞ നമ്മുടെ കോവാട് മണ്ഡലം പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഒക്കെ തന്നെ ആചാര്യസ്ഥാനത്ത് വർത്തിക്കുന്ന കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ കൊണ്ടൊരു ആചാര്യം ഉണ്ടായിരുന്നു. കോവാട് പറഞ്ഞു അദ്ദേഹം കൂത്തമ്പലത്തിനകത്തിരുന്ന് ഈ പറയുന്ന പ്രഭാഷണവും ഭാഗവതമൊക്കെ നടത്തുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് നിങ്ങൾ ഞെട്ടിത്തരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് അതാണ് നിങ്ങളുടെ കുട്ടികളെ നമസ്കരിച്ചോളൂ. ആ നോക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഗുരുവായൂരപ്പനെ കാണായിരുന്നു. നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞായിരുന്നു ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് കാണാൻ. നിങ്ങൾക്കാണ് സാധിക്കും. കാരണം ഞാൻ എല്ലാവരും പറയാനുള്ളതാണ്, ഗുരുവായൂരപ്പൻ ആരുടെയെങ്കിലും മുമ്പിൽ ഇങ്ങനെ കൈ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലുള്ള അമ്മമാരുടെ മുമ്പിലാണ്. അവിടെ എന്തൊന്നും ഇപ്പൊ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഞാനൊക്കിരുന്ന് 1000 വേദിയിൽ പ്രഭാഷണത്തിലും ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങളൊരു പ്ലേറ്റിൽ ചോറെടുത്ത് ഇത്തിരി തൈരും വിളമ്പി വെച്ച് ഇത്തിരി ഉപ്പിട്ട് കുഴച്ച് ഇത്തിരി കടുമാങ്ങയിൽ മുക്കി ഉണ്ണി ഇത് നിരക്ക് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ ഓടി വരും. യശോദാമ്മ ഭഗവാനെ ഈ ഒരലില് കെട്ടിയിട്ടപ്പോ പോലും ഭഗവാൻ ഒരു സ്ഥലത്ത് നിന്നില്ല. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, കുബേരന്റെ മക്കൾക്ക് മോക്ഷം കൊടുക്കാനായിട്ട് ഭഗവാൻ ഈ ഒരല് വലിച്ചുകൊണ്ട് പോയി. എന്നാൽ മറ്റൊരമ്മ ഭഗവാനെ കറിക്കലം കൊണ്ട് അടച്ചിട്ടിട്ട് 3 മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ പോകട്ടെ, ക്രൂരമ്മ. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാനെ പോലും അടച്ചിടാൻ ആർക്കേ സാധിക്കുള്ളൂ? അമ്മമാർക്കേ സാധിക്കുള്ളൂ, നിങ്ങൾക്കേ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്കാണോ ഭാഗവത ധർമ്മം പ്രചരിപ്പിക്കാൻ പണി? ഭഗവാൻ നല്ല അവതാരം ഉണ്ടാവുന്ന സമയത്ത് ദേവകിക്ക് വസുദേവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഇത് ഭഗവാന്റെ ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് ഭഗവാനായിട്ടുള്ള ഒരു പ്രശ്നം, ഒരു വഴക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടാനുള്ളത്, ഇത് ഭഗവാൻ കഴിഞ്ഞ് സിദ്ധാന്തമായിട്ട് പറയുകയും ചെയ്തിട്ട് ഭഗവാൻ തന്നെ മറന്നു. ആ മറവിയുടെ മുകളിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് അമ്മമാരും ഭഗവാൻ അവതാരം രാത്രി ഉണ്ടാവുന്ന സമയത്ത് ഇൻഷീതേ തവ ഉദ്ഭൂതേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും ഭാഗവതത്തിന്റെ ശ്ലോകം.
അത് കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ഭഗവാൻ ജനിച്ച് ഒരു 5 വയസ്സുള്ള ഉണ്ണി 4 കൈ ശംഖും ചക്രവും ഗതയും പത്മമായിട്ട് നിൽക്കുകയാണ് ദേവഗിരി വസുദേവരുടെ മുമ്പിൽ. ആ രൂപമാണ് ഗുരുവായൂർ എന്ന് പറയുക. ബാലനാരായണൻ എന്ന് വിളിക്കും. യശോദയ്ക്കും ദേവകിക്കും ജയിലിൽ വെച്ച് കാണിച്ചു കൊടുത്ത ദർശനത്തിലുള്ള രൂപമാണ് ബാലനാരായണൻ. ആ ഭഗവതി ദേവകിക്കും ഈശ്വരന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള വസുദേവർക്കും ഭഗവാൻ ആദ്യം കൊടുക്കുന്ന ഉപദേശം എന്താണ്? ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. കൃഷ്ണൻ വന്ന ഉടനെ ആദ്യം പറയുന്നത്, അമ്മ അച്ഛ, നിങ്ങൾ എന്നെ മകനായിട്ടൊക്കെ കണ്ടോളൂ, പക്ഷെ പുത്രഭാവത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോഴും ബ്രഹ്മഭാവത്തിൽ ഓർത്തോളം എന്നാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മകനായിട്ട് ജനിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വെറും മകൻ മാത്രമല്ല, ഞാൻ ആരാണ്? ബ്രഹ്മമാണ്, ഞാനാണ് ഈശ്വരൻ എന്നാണ് അച്ഛനും അമ്മയ്ക്കും ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഭഗവാൻ വൃന്ദാവനത്തിലെത്തി അല്ലെങ്കിൽ അമ്പാടിയിലെത്തിയ സമയത്ത് ഭഗവാൻ ഈ വാക്ക് ഭഗവാൻ മറന്നു. നല്ലൊരു അമ്മയെ കിട്ടിയപ്പോ ആ അമ്മയ്ക്ക് താൻ ആരാണെന്ന് വായ വന്ന് കാണിച്ചു കൊടുത്തു. ഈ ബ്രഹ്മഭാവമാണെങ്കിൽ അത് ഓർക്കാൻ യശോദയോട് പറയണമായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? അത് മറന്നു കളയിപ്പിച്ചു യശോദയെ കൊണ്ട്, യശോദാമ്മയെ കൊണ്ട്. എന്തിന്? എന്നെ അമ്മ ആരായിട്ട് മാത്രം കണ്ടാൽ മതി? ഉണ്ണിയായിട്ട് മാത്രം കണ്ടാൽ മതി. പറയുമ്പോൾ എന്റെ ഡയലോഗൊക്കെ പറഞ്ഞു, ഞാൻ ഈശ്വരനാണ്, ഞാൻ ബ്രഹ്മാണ്. ഒരു നല്ലൊരു അമ്മയെ കിട്ടിയപ്പോ എനിക്ക് അമ്മയുടെ സ്നേഹം മതി, എനിക്ക് ബ്രഹ്മൊന്നും ആവണ്ട. ഇപ്പോഴും എത്രയോ പേരറിയാത്ത അമ്മമാരുടെ സാരിക്ക് തൂങ്ങി നടക്കുന്ന ആ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് ഇവിടെ ഭാഗവത്തിന്റെ സ്വരൂപത്തിൽ കിട്ടിയില്ലേ? ഭഗവാനോട് നമസ്കരിച്ച് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. വൈശാഖൊന്നുമല്ല, ഈ സമയത്ത് ഇങ്ങനെ യജ്ഞം നടക്കാൻ, ഈ ഒരു നല്ല കാലാവസ്ഥയിൽ ഇത്രയും നല്ലൊരു ക്ഷേത്രത്തിൽ ഇവിടെ വന്നിരുന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള ഭാഗ്യം ഭഗവാനെ അങ്ങേക്ക് തന്നല്ലോ എന്നുള്ള ആ ഒറ്റ കാര്യത്തിന് ഭഗവാൻ നമസ്കരിക്കുക. ഗുരുവായൂർ പോയി നിങ്ങൾ തിരക്ക് പിടിച്ച് 6 മണിക്കൂർ ക്യൂ നിന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു ഭണ്ഡാരത്തിന്റെ പുറകിൽ നിന്ന് എത്തി നോക്കി കാണുമ്പോൾ നിങ്ങൾ കാണുന്ന അതേ ഗുരുവായൂരനാണ് ഇവിടെ ഗ്രന്ഥരൂപത്തിലുള്ളത് ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂരനാണ്. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അതിൽ ഓടക്കുഴല് കാണാം, പീലി കാണാം, മഞ്ഞപ്പട്ട് കാണാം, എല്ലാം കാണാം. അങ്ങനെ കണ്ടാൽ, അല്ലെങ്കിൽ അതൊരു പുസ്തകം. യുവർ ചോയ്സ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങൾക്ക് എങ്ങനെ കാണണം എന്നുള്ളത്. ഭഗവാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത് പറഞ്ഞ രീതിയാണ്. ഇതൊന്നും പറയാൻ ഞാൻ ആരുമില്ല, എനിക്കറിയാം. പക്ഷെ ഇവിടെ വ്യാസപീഠത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാനാണ് ഭഗവാൻ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അല്ലെങ്കിൽ ഈ മാസം ഇനി എനിക്ക് ഇവിടെ ഞാൻ നാട്ടിലുള്ള ദിവസങ്ങളെ വളരെ കുറവാണ്. ഇന്ന് ഒരു ഡേറ്റ് മാറി പറയാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നു. ഭഗവാൻ ഇതിനെ കൊണ്ട് അമ്മയുടെ നിങ്ങളുടെ അടുത്ത് അമ്മയെ ഒന്ന് തൊഴാനുള്ള ഒരു ഭാഗ്യം. എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ഞാൻ കാണുന്ന പ്രിയപ്പെട്ട സായിയേട്ടന്റെ ഫോട്ടോകളിലൂടെയാണ് മഞ്ചേരിക്കാവ് എനിക്ക് പരിചയം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വരുന്നൊക്കെ പറഞ്ഞിരുന്നു. കരിവേഷം കെട്ടിയിട്ട് അവര് കുറെ ഫോട്ടോസ് എനിക്ക് പണ്ട് അയച്ചു തരുമായിരുന്നു. ഇവിടുത്തെ കുമ്മാട്ടിയുടെ അല്ലെ, ആരുടെ കുമ്മാട്ടി, മാഞ്ചേരി അമ്മയുടെ കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞ് സായിയുടെ ടാക്സി അടിച്ച് പോകുന്ന ഫോട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇന്ന് നിങ്ങൾ ചിലപ്പോ എന്റെ വീഡിയോസ് നിങ്ങൾ കാണുമായിരിക്കും, അമൃതയിലും പ്രോഗ്രാം കാണുമായിരിക്കും. ഇതൊന്നും അല്ലാത്ത സമയം എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രഭാഷണം ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും 1.5 വർഷം. അതിൽ ആദ്യത്തെ സമയത്ത് ശ്രീത്തോടെ ഉണ്ടാവും ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആള്. ഞങ്ങൾ ഈ ഒരു പ്രഭാഷണമൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പ്രഭാഷണം വരികയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് പോകുന്നത് കണ്ടപ്പോ ഒരു ആഗ്രഹം, കൊട്ടാരത്തിൽ ഒന്ന് പോകണം, തമ്പുരാട്ടി ഒന്ന് കാണണം. അശ്വൻ തിരുനാൾ ഗൗരീശ്രീ ഭായി ഗുരുവായൂരോട് പ്രാർത്ഥിച്ചു, ഭഗവാൻ എനിക്കൊന്ന് കാണുന്നുണ്ടെന്ന്, നമസ്കരിക്കുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും വേണ്ട. കൊട്ടാരത്തിൽ അല്ലെങ്കിലും ഇനിയിപ്പോ അമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അവിടെ നിന്നാണെങ്കിൽ ഒന്ന് കണ്ട് തൊഴണം, നമസ്കരിക്കണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സായികളും തമ്പുരാട്ടികളും നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ കാണുന്നത്. ഞാൻ സായിയോട് ചോദിച്ചു, എനിക്കൊന്ന് ഞാൻ തമ്പുരാട്ടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, എന്തെങ്കിലും ഏർപ്പാട് ഉണ്ടാക്കാൻ പറ്റുമോ? വ്യാസം കട്ട് ചെയ്യാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം അതിസുന്ദരമായി, ഞാൻ വിചാരിച്ചു തമ്പുരാട്ടി എനിക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ തമ്പുരാട്ടി ഏകദേശം 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇന്നും എപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴും ഒരു അപ്പോയിന്റ്മെന്റും ഇല്ലാതെ കയറി ചെല്ലാവുന്ന തരത്തിൽ ഗുരുവായൂരപ്പൻ ആ ബന്ധത്തെ ഉയർത്തി എന്നാണ്. അതിന് അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ അത് പറയാൻ കാരണം എനിക്ക് കിട്ടിയ ഭാഗ്യത്തെ കുറിച്ച് പറയാനല്ല, ഈ ഒരു കാര്യം പറയാൻ നിർത്താം. അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് തമ്പുരാട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. വ്യാസൻ സഹസ്രനാമം ചൊല്ലാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ചൊല്ലാനുണ്ട്. വ്യാഴാഴ്ചകളിലോ 30 വ്യാഴമൊക്കെ ആകുമ്പോൾ ഭഗവാൻ പറഞ്ഞില്ല, അത് മാത്രം ചൊല്ലാൻ കഴിയുന്നത്.
നമ്മുടെ സെലക്ഷനാണ്. പക്ഷെ എല്ലാവരും ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, അതിന്റെ അവസാന ഭാഗത്തിൽ ശ്രീപാർവതി ദേവി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, കേനോപായനന്റെ ഗുണ അല്ലെ. എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ള ആളാണ് ഞാൻ, ഈ ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സഹസ്രനാമം മുഴുവൻ ഒന്നും ചൊല്ലാൻ ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. അതുകൊണ്ട് ഇതിനെ ഒന്ന് ലഘുവാക്കാൻ എന്താണ് വഴി അല്ലെ. അവിടെയാണ് ആ ശ്ലോകം വരുന്നത്. ശ്രീ ഭഗവാൻ വാച ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാണേ അല്ലെ. അപ്പോഴാണ് നമ്മുടെ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്, വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ട്, വ്യാസൻ എന്തുകൊണ്ടാണ് ഈ 3 തവണ രാമ എന്നുള്ള ശബ്ദം ഉച്ചരിക്കുന്നത്? പറയുമ്പോൾ ഭീഷ്മനാണ് ഉപദേശിച്ചത് യാഥാർത്ഥ്യത്തിലെ. അതെ, കൃഷ്ണൻ കൃഷ്ണന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ കൃഷ്ണനെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഭീഷ്മർ ഈ ശ്രീ രാമ രാമ രാമേനി എന്ന് പറഞ്ഞത്, അല്ലാണ്ട് ശ്രീ കൃഷ്ണ 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 എന്ന് പറഞ്ഞില്ലല്ലോ. അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പോപ്പുലറായി അല്ലേ. രാമനാമത്തിൽ കടമയാത്ര സമ്പ്രദായ പ്രകാരം 10 എന്നുള്ള മൂല്യമുണ്ട്. അതുകൊണ്ട് 3 തവണ രാമനാമം ജപിച്ചാൽ 10 × 10 × 10 10 × 10 100 100 × 10 1000 സഹസ്രനാമ തത്തുല്യം രാമനാമം വരാനെന്ന് ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് അശ്വതി ലക്ഷ്മി തമ്പാനാണ്. അവിടെ വെച്ച് ഇതാണ് ഞാൻ ലോകം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് പാഠവികം സത്രത്തിലും ആ പ്രഭാഷണത്തിലും ഇത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗം ഇനി എപ്പോഴെങ്കിലൊക്കെ വ്യാസം പോയി പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഈ കാര്യം ആളുകളിലേക്ക് എത്തിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ സാഹിത്യം നിയോഗിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള അവസരം ഈ മാഞ്ചേരിക്കാവിൽ അമ്മയുടെ ഒരു കുട്ടിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അതിനാണ് ഞാൻ അമ്മയെ ആദ്യം വന്നിട്ട് നമസ്കരിച്ചത്. എവിടെയോ കിടക്കണ എനിക്ക് അമ്മയുടെ കൃപ അത്രത്തോളം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ തട്ടകത്തെ മക്കളായിട്ടുള്ള നിങ്ങളെ ഈ അമ്മ ഇപ്പൊ നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ അമ്മ അവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്വയം ആലോചിച്ചു. ഭാഗവതം നിങ്ങൾ തന്നു, ഇനി എന്തൊക്കെ തരാൻ അമ്മ എടുത്തു വെച്ചിരിക്കുന്നു നമുക്കറിയില്ല. അതുകൊണ്ട് ആ ഭഗവതിയെ തന്നെ പകരമായിട്ട് കൊടുക്കാവോതക്ക വിധം മൂല്യമുള്ള ഗുരുവായൂരപ്പനെയും അമ്മയും ഒരുമിച്ച് നമസ്കരിച്ചുകൊണ്ട് രണ്ടും വേറെ അല്ല എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഭാഗവതനെ ഉദ്ഘോഷിക്കുന്ന ആ സത്യം പരം ധീമഹി എന്ന് പറയുന്ന വാക്യത്തിലെ സത്യം തന്നെയാണ് ഈ മാഞ്ചേരിക്കാവിലമ്മ, സത്യം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്നുള്ള ആ വലിയ തത്വം, ആ പരമമായിട്ടുള്ള ജ്ഞാനം നമുക്കറിയട്ടെ. അതിനുള്ള അവസ്ഥ ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഗുരുവായൂർ ശ്രീ കോവിലിനകത്ത് ഒരു താമരയുടെ മുകളിൽ നിന്ന് 2 കാലും കണച്ചു വെച്ച് ഓടക്കുഴൽ വായിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ ആ രൂപം ഈ ഭാഗവതത്തിൽ ദർശിക്കാൻ സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ തന്നെ ഉദ്ധവനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം ഏകാദശ സ്കന്ധത്തില്, അല്ലയോ ഉദ്ധവ, ഒരു ദേവാലയത്തിൽ വെച്ച് നീ ഒരു സജ്ജനത്തെ കാണുകയാണെങ്കിൽ എന്റെ വിഗ്രഹം അവിടെ ഉണ്ടെങ്കിലും ആ സജ്ജനത്തെ നീ ആദ്യം നമസ്കരിച്ചു കൊള്ളുക. കാരണം ആ സജ്ജനം എന്ന് പറയുന്നത് എന്റെ രൂപം തന്നെയാണ്, അദ്ദേഹം എന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹമാണ് ഉദ്ധവ എന്ന് പറഞ്ഞത്. അകത്തിരിക്കുന്ന വിഗ്രഹം, അനങ്ങാത്ത വിഗ്രഹവും ആ മഹാത്മാവ് എന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹമാണ്. അദ്ദേഹത്തെ ആദ്യം നമസ്കരിച്ചിട്ട് എന്റെ ചലിക്കാത്ത വിഗ്രഹത്തെ നീ നമസ്കരിച്ചാൽ മതി എന്ന് ഭഗവാൻ ഉള്ളവരോട് പറയുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ സഞ്ചരിക്കുന്ന വിഗ്രഹങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു എളിയ പ്രഭാഷണം ഗുരുവായൂരപ്പന്റെ തൽക്കാലത്തിൽ സമർപ്പിക്കുന്നു. അതിനിവിടെ എന്നെ വിളിച്ച മുഴുവൻ അമ്മമാർക്കും ഈ പരിപാടി ഗുരുവായൂരപ്പന് ഒരു നീതിയായിട്ട് സമർപ്പിച്ച ആ അമ്മയ്ക്കും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാഞ്ചേരിക്കാവിൽ അമ്മയുടെ നടയിലെത്താൻ ഒരിക്കൽ കൂടി തിരുമാന്താകുന്നിൽ അമ്മയുടെ അടുത്തെത്താൻ സാധിച്ചതിന്റെ പുണ്യം അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ അല്ലെ, ഈ കാതോളം വിലസും കടാക്ഷം അല്ലെ, എങ്ങനെ പറയാ, എങ്ങനെ പറ അത് തരും. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ പറഞ്ഞു. കാതോളം വിലസും കടാക്ഷം കൊണ്ട് എന്റെ ഇക്ഷണം നോക്കിയാൽ ചേതം വന്നിടുമോ നിനക്ക് ചാരു തിരുവാന്താകുന്നിൽ അവരും ശിവേ എന്നാണ്. അതിന്റെ ആദ്യത്തെ 2 വരി എന്താ? ഏതാനും പിഴ ഞാൻ അറിഞ്ഞും അറിയാതെ കണ്ടു ചെയ്തിടുകിൽ മാതാവാകിയ നിനക്ക് അങ്ങനെയാണ് എന്നുവെച്ചാൽ അത് മനസ്സിലാക്കുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഓർമ്മയിലുണ്ടായിരുന്ന ശ്ലോകമായിരുന്നു. ഏതാനും പിഴ ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്തിടുകിൽ മാതാവാകിയ നിനക്ക് ഛേദം വന്നിടുമോ എന്നാണ് അല്ലേ. അങ്ങനെയുള്ള ആ കടാക്ഷം കൊണ്ട് എന്നെ ഈക്ഷണം നോക്കിയാൽ എനിക്ക് ഛേദം വന്നിടുമോ ചാരു തിരുമാന്താകുന്നിൽ അവരും ശിവനാണ്. അങ്ങനെയുള്ള ഭഗവതിയെ
സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഈ ഭാഗവത സ്വരൂപം ഇരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കാൻ അവസരം നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു പ്രഭാഷണം ഗുരുവായൂരപ്പൻ നിൽക്കാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നാരായണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.